கொண்டால் மாதம் நம்பு வரும் கூந்தலில் ஒளிந்து கொள்ள வரவா ഈ മുറ്റത്തിരുന്ന് പത്രം വായിക്കുന്ന ആളെ കണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല, ഈ വായിച്ച ന്യൂസ് തന്നെയും പിന്നെ ഇരുന്ന് വായിക്കുന്നു. എന്നേലോടെ ഈ ആളുടെ പേരാണ് മഹാദേവൻ. എൻ്റെ അമ്മ സ്നേഹം കൂടുമ്പോൾ മഹിയേട്ടാന്നൊക്കെ വിളിക്കും. ഏതോ ചെറിയ ബിസിനസ്സുകാരനാണ്, പക്ഷേ പുള്ളിക്കാരൻ്റെ ഭാവം മൊത്തവും ഈ കേരളത്തിലെ ഫുൾ ബിസിനസ് അങ്ങേരുടെ തലയിലാണെന്നാണ്. ഈ കാണുന്നതാണ് ഈ വീട്ടിലെ പോരാളി, അതായത് എൻ്റെ മാതാശ്രീ. പേര് സുമിത്ര എന്നാണ്. എൻ്റെ അച്ഛനെ സ്നേഹം കൂടുമ്പോൾ സുമീന്ന് വിളിക്കും. അയ്യടാ, എന്തൊരു പാവം അല്ലേ! കിടന്നുറങ്ങുമ്പോൾ മാത്രമേ ഈ പാവമുള്ളൂ. ഇതാണ് എൻ്റെ പുന്നാരച്ചേട്ടൻ. ഈ ഉറങ്ങുമ്പോൾ കാണുന്ന പാവത്തിനെ പോലൊന്നും അല്ല, എണീറ്റ് കഴിഞ്ഞാൽ താനിപ്പോത്തിൻ്റെ സ്വഭാവമാണ്. ഇങ്ങനെയുടെ പേര് വിഹാൻ മഹാദേവൻ എന്നാണ്. എല്ലാവരും വിച്ചു എന്ന് വിളിക്കും. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, എങ്കിലും ഞാനും വിളിക്കും. പിന്നെ ഇനി അവസാനമായി നമ്മുടെ കഥാനായകനൂടി ഉണ്ടേ. ആ കഥാനായകൻ ഞാൻ തന്നെ, അല്ലാതാര്? സുന്ദരനും സുശീലനും സൽസ്വഭാവിയുമായ ഇഹാൻ മഹാദേവൻ. ആഹാ, അന്തസ്! സത്യമായിട്ടും ഇത്ര നല്ലൊരു മകനെ കിട്ടാൻ എൻ്റെ അച്ഛനും അമ്മയൊക്കെ പുണ്യം ചെയ്യണം. ഈ വില്ലേ തന്നെ എൻ്റെ അത്ര നല്ല സ്വഭാവമുള്ള വേറൊരുത്തനെ ഇവിടെ കാണാൻ കിട്ടത്തില്ല. രാവിലെ തുടങ്ങിയിട്ടുണ്ടല്ലോ സ്വയം പുകഴ്ത്താൻ. എന്തുവേണി, അത് എൻ്റെ മാത്രം മോനല്ല, നീയും കൂടെ ഉണ്ടാക്കിയത് അവനെ. അമ്മ, ഞാനെത്തി. വന്നോ എൻ്റെ സൽസ്വഭാവിയായ പുത്രൻ? ഫുഡ് കഴിക്കുന്നുണ്ടോയെന്ന് ഞാൻ ചോദിക്കുന്നില്ല, എന്തായാലും അപ്പുറത്തുനിന്ന് കഴിക്കുള്ളൂ എന്ന് എനിക്കറിയാമല്ലോ. പോയിട്ട് വാ. അപ്പോൾ ശരി മാതാശ്രീ, വൈകുന്നേരം കാണാം. അല്ലടാ, നിന്റെ ചേട്ടൻ ഇന്നലെ ഏതോ പ്രതിനെ പിടിക്കാൻ പോയിട്ട് എവിടാ? ഞാൻ കണ്ടൊന്നുമില്ലല്ലോ. അവൻ രാവിലെ വന്ന് അവിടെ കയറി കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇത് അച്ഛാ, ഞാൻ പോയേക്കുവാ. അതിനു മുമ്പ് നിങ്ങളെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എൻ്റെ അച്ഛനിൽ നിന്ന് തുടങ്ങാം. മഹാദേവൻ അങ്ങേര് പ്രേമിച്ച് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു. അതായത് എൻ്റെ അമ്മ സുമിത്ര മഹാദേവൻ. അതിൽ ഇവർക്ക് രണ്ടുപേർക്കും മൂത്ത ഒരു പുത്രനുണ്ടായി, വിഹാൻ മഹാദേവൻ. അത് കഴിഞ്ഞ് ഒരു 8 കൊല്ലം കഴിഞ്ഞ് ഞാനുണ്ടായി, അതായത് അവരുടെ ഓമനപുത്രൻ. എൻ്റെ പേര് ഇഹാൻ മഹാദേവൻ. എവിടെ പോണു? കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് ആൾക്കാരെ പരിചയപ്പെടുത്താൻ. അപ്പോൾ നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. അതായത് എൻ്റെ അച്ഛൻ്റെ കൂടെ ജനിച്ച് പഠിച്ച് വളർന്ന് ഇപ്പോഴും ഒരുമിച്ച് തൊട്ടടുത്ത വീട്ടിൽ ജീവിക്കുന്നു. എൻ്റെ അച്ഛനും ഞാൻ ഈ പറഞ്ഞ ആളും കൂടെ ഒരുമിച്ച് പാർട്ട്ണർഷിപ്പിലാണ് എല്ലാ ബിസിനസ്സും ചെയ്യുന്നത്. അതായത് 2 പേർക്കും തുല്യ ഓണർഷിപ്പാണ് എല്ലാ ബിസിനസ്സിലും. പക്ഷെ ഞങ്ങൾ വളർന്നു വന്നപ്പോൾ എൻ്റെ ഏട്ടന് ബിസിനസ് ഏറ്റെടുത്ത് നടത്താൻ താല്പര്യമില്ല. സോ അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ പപ്പയുടെ മൂത്ത മോൻ എല്ലാ ബിസിനസ്സും നോക്കി നടത്തുന്നു. അതായത് പറഞ്ഞു വന്നാൽ എൻ്റെ ഗോഡ് ഫാദർ, അതായത് എൻ്റെ സ്വന്തം പപ്പ സെബാസ്റ്റ്യൻ. സെബാസ്റ്റ്യൻ്റെ പ്രിയതമയായ ഭാര്യ മേരി സെബാസ്റ്റ്യൻ. അങ്ങനെ കാത്തിരുന്ന് അവർക്കൊരു മൂത്ത സന്തതി ഉണ്ടായി. അങ്ങേരുടെ പേര് നോവ സെബാസ്റ്റ്യൻ. വലിയ കുഴപ്പമൊന്നുമില്ല, പുറമേ കുറച്ച് കോൾഡാണെങ്കിലും ഉള്ളിൽ പാവമാണ്, അതെനിക്ക് മാത്രമേ അറിയൂ. പിന്നെ അവർക്കൊരു ഇളയ മോള് കൂടിയുണ്ട്, പേര് നോറ സെബാസ്റ്റ്യൻ. അപ്പോൾ എല്ലാവരും പരിചയപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്കിനി തിരിച്ച് കഥയിലേക്ക് പോവാം. മോൻ രാവിലെ തന്നെ ബാഗും തൂക്കിക്കൊണ്ട് എങ്ങോട്ടാ? കോളേജിലേക്ക്. അല്ല, കോളേജിൽ പോണതിൻ്റെ മുന്നേ എങ്ങോട്ടാ പോണേ? വേറെങ്ങോട്ട്, എൻ്റെ പ്രിയതമനെ കാണാൻ. പോണേക്കെ കൊള്ളാം. ഇച്ചാൻ്റെ കയ്യിൽ നിന്ന് വല്ല തല്ലും മേടിച്ചോണ്ട് തിരിച്ചു വന്നേക്കരുത്. അതെന്താ കേട്ടോ അങ്ങനെ ഒരു ടോക്ക്? അല്ല, നിന്റെ സ്വഭാവത്തിന് വീട്ടിൽ നിന്ന് വെച്ചാൽ നിന്നെ ഇറക്കി വിടാത്ത നിന്റെ എന്തോ ഭാഗ്യം. അച്ഛാ, ചെറുക്ക രാവിലെ എൻ്റെ കൊച്ചിനെ വെറുതെ ഉണ്ടായിരുന്നു. അതിന് ഞങ്ങളിവിടെ സംസാരിച്ച് എന്നാന്ന് കേട്ടോ? ഇല്ല. പിന്നെ അവൻ വിളിച്ചു, ഞാൻ ഉത്തരം പറഞ്ഞു. എന്നാ ശരി, ഞാൻ പോയിട്ട് വരാം. പാവ എൻ്റെ ചെറുക്കൻ, അവൻ്റെ മാവ് എന്താണോ പൂക്കുന്നത്. ദൈവമേ, ഈ കുരിശ് വന്നോ? നീ വന്നോ? മമ്മി, നല്ല വിശപ്പ്, എന്തായാലും വേഗം കഴിക്കാൻ എടുത്തോ. നീ ഇവിടെ ഇരിക്കെ, ഞാൻ പോയി എടുത്തോണ്ട് വരാം.
നടക്കുമെങ്കിൽ നീ എന്തിച്ചാലും നോക്കി ഗർഭമുണ്ടാക്കിക്കും. ഇങ്ങനെ നോക്കി വെള്ളർക്കാൻ നിനക്ക് പോയി അങ്ങേരോട് പറഞ്ഞുകൂടെ നിനക്ക് അങ്ങേരെ ഇഷ്ടമാണെന്നുള്ള കാര്യം? ഞാൻ പറയാത്തോണ്ടൊന്നും അല്ലല്ലോ, ഞാൻ എന്തോരം പറഞ്ഞു, ഇങ്ങനെ മൈൻഡ് ആക്കാത്തല്ലേ. എന്നാ രണ്ടും കൽപ്പിച്ചങ്ങ് വളയ്ക്കട ചക്ക. ഇത് കൊള്ളാം, ചേച്ചി പറയണേ കേട്ട് കഴിഞ്ഞാൽ ഞാൻ വളയ്ക്കാത്തോണ്ടാന്ന് തോന്നൂലോ. ഞാൻ വളയ്ക്കാത്തോണ്ടല്ല, അയാൾ വളയാത്തോണ്ടാ. എൻ്റെ ഇച്ചാൻ ഇങ്ങനെ പോയി കഴിഞ്ഞൊരു കെട്ടാച്ചിരക്കായിട്ട് ഇവിടെ നിൽക്കുകയുള്ളൂ. എന്നാൽ ഇയാൾ എന്തുപോലെ കാണ്ടാമൃഗത്തിനും പരിണാമം സംഭവിച്ച സാധനമോ, ഒരു വികാരവും ഇല്ല വിചാരവും ഇല്ലാത്തൊരു സാധനം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കി പറയണം, അല്ലാതെ എൻ്റെ ചെവിയിൽ വന്നിരുന്ന് ഇരയ്ക്കുമല്ല വേണ്ട. ഇയാൾ ഇതും കേട്ടാ? അമ്മി ഞാൻ പോവാ. അമ്മി എന്നാ ഞാനും പോവാ, ടാറ്റാ ബൈ ബൈ ഉമ്മ. പാവം എൻ്റെ കൊച്ചി, ഇച്ചാന് മതിയായില്ലേ അവനെ കളിപ്പിച്ച്. അവൻ കഴിക്കാതെ പോയോ? അവൻ ഇച്ചാൻ്റെ പുറകെ ഓടിയിട്ടുണ്ട്. ഇപ്പൊ പോയില്ലെങ്കിൽ പിന്നെ ബസ്സിന് കയറി പോകേണ്ടി വരും. ഈ ചെറുക്കന്മാരെയും കൊണ്ട് ഞാൻ തോറ്റു. ഇത്രയും പ്രായമായി എന്നിട്ട് ആ കുട്ടികൾ ഇതുവരെ മാറിയിട്ടില്ല. അതിന് ഇച്ചു അല്ലല്ലോ, ഇച്ചാനല്ല ആൾക്കാരെ കാണുമ്പോൾ കൊല്ലു എന്നുള്ള രീതിയിൽ നടക്കുന്നത്. 24 മണിക്കൂർ അങ്ങേരുടെ മുഖത്ത് ആ ദേഷ്യം ഒരുമാതിരി കടന്നൽ കുത്തിയ പോലെ. പിന്നെ എങ്ങനെ ആൾക്കാർ അങ്ങേരോട് മിണ്ടണേ? അതൊക്കെ ഒരു കല്യാണം കഴിയുമ്പോൾ മാറുമെന്ന് വെച്ചപ്പോൾ അവനാണെങ്കിൽ കെട്ടാനും റെഡിയാവുന്നില്ല. പിന്നെ എന്നാ ചെയ്യണേ? കല്യാണം കഴിക്കാൻ വേണ്ട എന്നീ ദേഷ്യത്തിനൊരു മാറ്റവും ഇല്ല, ആരോടും മിണ്ടത്തുമില്ല. എന്നാൽ പിന്നെ മനസ്സിലാരെങ്കിലുണ്ടോ? അതുമില്ല. ഇതിപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? മനസ്സിലാരെങ്കിലൊക്കെ ഉണ്ടോയെന്നൊക്കെ നമുക്ക് പിന്നെ മനസ്സിലാവൂലോ. നീ ഇപ്പം എന്താ പറഞ്ഞ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല മമ്മി, പപ്പ എന്തി? നിൻ്റെ പപ്പ ഇന്ന് രാവിലെ നേരത്തെ പോകണമെന്ന് പറഞ്ഞിട്ട് പോയി. രാവിലെ തന്നെ പോയോ? പിന്നെ ഇപ്പം ഞാനെങ്ങനെയാണ് സ്കൂളിലേക്ക് പോണേ? എന്നാൽ പിന്നെ ഞാൻ ഇച്ചാൻ്റെ കാറും കൊണ്ട് പോവാം. അല്ലാതെ ഇപ്പം ഇനി ബസ് കയറി പോകാൻ നിന്ന് കഴിഞ്ഞാൽ ലേറ്റ് ആവും. എന്നാൽ വേഗം ചെല്ലാൻ നോക്ക്, മണി 8:30 കഴിഞ്ഞു. ആശാൻ ഇന്നും മൗനവ്രതത്തിലായിരിക്കും. അപ്പം ഞാൻ തന്നെ അങ്ങോട്ട് കയറി മിണ്ടണം. ഇച്ചായ. ഇച്ചു, കാം ഡൗൺ. ഇത് നിൻ്റെ ആവശ്യമാണ്. ബി പേഷ്യൻറ്റ്, ഓക്കെ? ഇച്ചായനിപ്പോൾ എന്നോട് പണ്ടത്തെ പോലെ ഒരു സ്നേഹമില്ല. ഞാനിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിലും നമ്മളൊക്കെ കല്യാണം കഴിക്കേണ്ടവരല്ലേ ഇച്ചായ? ഇങ്ങനെയൊക്കെ തുടങ്ങിയാലെങ്ങനെയാ? കുറച്ചൊക്കെ സ്നേഹം കാണിച്ചുകൂടെന്നേ? ഇച്ചായ, നമ്മുടെ മാരേജ് ഒരു ഡെസ്റ്റിനേഷൻ മാരേജ് മതി. ഒത്തിരി പേരൊന്നും വേണ്ട. വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ്, നമ്മുടെ രണ്ടുപേരുടെയും ബെസ്റ്റ് ഫ്രണ്ട്സ്, അത് മതി. ഒത്തിരി ആൾക്കാരെയൊക്കെ വിളിച്ച് നടത്തിയാലേ പിന്നെ പിന്നെ പാട്ടൊക്കെയായി ആകെ പ്രശ്നമാവും. പിന്നെ നമ്മുടെ കല്യാണം ഒരു ബീച്ച് സൈഡിൽ മതി. അതാകുമ്പോൾ ഫസ്റ്റ് നൈറ്റ് ഒരു ബീച്ച് സൈഡ് റിസോർട്ടിൽ ആഘോഷിക്കാമല്ലോ. ഏതാ? അത് തന്നെ. പക്ഷെ അതിനു മുമ്പ് നമ്മൾ ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം നമ്മൾ പപ്പയോടും മമ്മിയോടും മഹിയച്ചയോടും ഒക്കെ പറയണം. എന്നിട്ട് വേണം കല്യാണം കഴിക്കാൻ. അല്ലാതെ ഒളിച്ചൊന്നും കല്യാണം കഴിക്കണ്ട കേട്ടോ ഇച്ചായ. നമ്മളല്ല, നീ. ഏകവചനം മതി, ബഹുവചനം വേണ്ട. ഇവിടെ എനിക്ക് നിന്നെ ഇഷ്ടമല്ല, നിനക്കേ എന്നെ ഇഷ്ടമുള്ളൂ. അപ്പോൾ മോനെ, നമ്മുടെ കല്യാണ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാതെ നന്നായി പഠിച്ച് വല്ല ജോലിയും മേടിക്കാൻ നോക്ക്. കണ്ടോ, ഇതാണ് എനിക്ക് ഇച്ചായന് ഇഷ്ടം. എൻ്റെ ഭാവിയിൽ എന്താ ഒരു ശ്രദ്ധ. ഞാൻ പ്രേമിച്ച് സമയം കളയാതിരിക്കാൻ വേണ്ടിയല്ലേ ഇച്ചായൻ ഇതൊക്കെ പറയുന്നേ. എനിക്കറിയാം എൻ്റെ ഇച്ചായൻ എന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം. ഇനി അത് എടുത്ത് പറയണമെന്നില്ല. എൻ്റെ പൊന്നിച്ചു, നിന്നോട് പറഞ്ഞാൽ എന്താ മനസ്സിലാവാത്തേ? എനിക്ക് നിന്നെ ഇഷ്ടമല്ല, എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ്. മാത്രമല്ല, ഞാനൊരു ഗേ അല്ല. അതുകൂടാതെ നമ്മൾ തമ്മിൽ എത്ര വയസ്സിന് ഡിഫറൻസ് ഉണ്ടെന്ന് നീ തന്നെ നോക്ക്. ഇതാ പറഞ്ഞ, നമ്മൾ തമ്മിലുള്ള കാര്യം പോസിബിൾ അല്ല. ഇനി നമ്മുടെ പേരൻസ് അക്സെപ്റ്റ് ചെയ്താൽ എനിക്ക് പറ്റത്തില്ല. നീ ഇത് മനസ്സിലാക്ക്. ഇനി എൻ്റെ പുറകെ ഇങ്ങനെ നടക്കാതെ ഇതും പറഞ്ഞ്. ഇങ്ങനെ തമാശ പറയല്ലേ എൻ്റെ ഇച്ചായ. ഇത്രയും നാൾ ഇച്ചായൻ്റെ പുറകെ നടന്നിട്ട് ഇച്ചായന് വേറൊരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇച്ചായൻ വേറൊരാളെ നോക്കുന്നതോ ഇഷ്ടമാണെന്ന് പറയുന്നതോ ഒന്നും. മാത്രമല്ല, ഒരു ഗേൾ ഫ്രണ്ട് ഉള്ളതായിട്ടും എനിക്കറിയത്തില്ല. പിന്നെ ഇച്ചായൻ ഗേ അല്ല എന്ന് പറഞ്ഞത് അന്ന് ഞാൻ വിശ്വസിക്കത്തില്ല. കാരണം ഇച്ചായൻ എന്നെ നോക്കുന്ന ഓരോ നോട്ടത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ട് ഇച്ചായൻ എന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം. പിന്നെ നമ്മുടെ ഏജ് ഗ്യാപ്പ്, അതിനിപ്പോൾ എൻ്റെ എത്ര പ്രശ്നമുള്ള? നിങ്ങൾക്ക് 30 വയസ്സും എനിക്ക് 20 വയസ്സും. അത് ഇത്ര വലിയ ഡിഫറൻസ് ആണോ? പിന്നെ
ഇച്ചാൻ എന്നെ ഇഷ്ടമാണെന്ന് സമ്മതിച്ച് തരാത്തത് ഇച്ചാൻ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് കൂട്ടി കുറേ ഇൻസെക്യൂരിറ്റീസ് മനസ്സിൽ കിടപ്പുണ്ട്. അതെല്ലാം ആലോചിച്ചിട്ടാണ് എന്നെ ഇഷ്ടമല്ല, ഇച്ചാൻ ഗേ അല്ല, എന്നോട് വെറുപ്പാണെന്നൊക്കെ പറയുന്നത് എനിക്ക് നന്നായിട്ടറിയാം. സോ പൊന്നുമോൻ അതൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് മര്യാദയ്ക്ക് എന്നെ പ്രേമിക്കാൻ നോക്ക് കേട്ടോ. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു ഗുണമില്ല. എന്താന്ന് വെച്ചാൽ കാണിക്ക്. കേട്ടിട്ടില്ലേ പ്രേമത്തിന് കണ്ണും മൂക്കും വായും ചെവിയൊന്നുമില്ലാന്ന്? ബുദ്ധി കാറ്റുമൊളിയോ പ്രണയം കേട്ടുണർന്നുവോ ഹൃദയം നീ തലോടിയോ ആരോ മഞ്ഞിൻ വെൺതൂവലാൽ കാറ്റുമൊളിയോ പ്രണയം കേട്ടുണർന്നുവോ ഹൃദയം നീ തലോടിയോ ആരോ മഞ്ഞിൻ വെൺതൂവലാൽ നീളുന്ന വഴികളിൽ തേടുന്നതെന്തേ തൂവെള്ളി നിലവ് പോൽ കാണുന്നതാരെ നീരിൻ മിഴികൾ കോളേജ് എത്തി, ഇനി ഇറങ്ങി പോവാൻ നോക്ക്. ഇച്ചായ ഉമ്മ. ഇനി പോട്ടെ, ബൈ ബൈ. ഇച്ചു കിടന്നലറണ്ട, ഞാൻ പോയി. ഇന്നെന്താ നല്ല സന്തോഷത്തിലാണല്ലോ. ഗെസ് വാട്ട്, മേ ബി ഇന്ന് നിൻ്റെ ഇച്ഛായനായിരിക്കും നിന്നെ ഡ്രോപ്പ് ചെയ്ത്. മാത്രമല്ല കാറിലിരുന്ന് അങ്ങേര് നിന്നെ കണ്ടെടുക്കാതെ നോക്കുകയും കൂടെ ചെയ്ത് കാണും അല്ലേ? എക്സാക്ട്ലി, ദിസ് ഈസ് വൈ യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഇനി വാ നമുക്ക് ക്ലാസ്സിൽ കയറാം, അല്ലെങ്കിൽ ആ പെണ്ണുമ്പോൾ നമ്മളെ പുറത്തിറക്കി നിർത്തും. ഇങ്ങനെ തന്നെ വരാത്ത നീ എന്നോട് പോവാത്തെ? നിന്റെ ബസ്സിൻ്റെ സമയം കഴിഞ്ഞല്ലോ. ഇനി എപ്പോഴാണ് നിനക്ക് ബസ്സുള്ളൂ? ഇനി ലേറ്റ് ആവുമല്ലോ. അത് പിന്നെ ഇച്ചായൻ. ഇച്ചു, don't tell me that കണിച്ചോറില്ലാത്തവൻ is going to pick you up from here. അൺഫോർച്ചുനേറ്റ്ലി യെസ്, ഇച്ചായനെ പിക്ക് ചെയ്യാൻ വരുന്നത്. അയ്യോ എൻ്റെ പൊന്നുമോനെ, എന്നാൽ ഞാൻ സ്ഥലം വിടുക. അല്ലെങ്കിൽ തന്നെ അങ്ങേർക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുവിടാം. നിന്നെ വഷളാക്കുന്ന ഞാനെന്ന് അയാൾ പറയണേ. ശരിയാ, പൊക്ക, ഇല്ലെങ്കിൽ നിനക്ക് കിട്ടും ഇച്ചായൻ്റെ കയ്യിൽ നിന്ന്. ദേ വന്നല്ലോ നിന്റെ ഇച്ചായൻ. മൗനം ചോരും നേരം കണ്ണിൽ തേടി ഞാൻ നിൻ സ്നേഹം തെന്നും നോക്കാൽ നെഞ്ചിൽ പെയ്യും നീ. മൗനം ചോരും നേരം കണ്ണിൽ തേടി ഞാൻ നിൻ സ്നേഹം തെന്നും നോക്കാൽ നെഞ്ചിൽ പെയ്യും നീ. മിഴിയാകെ തേടും കാവ്യം നീയാണ്, മീട്ടും വിരലുകളെന്നും ഞാനാണ്. അല്ല ഇച്ചായ, ഇന്നെന്നെ ഇച്ചായൻ പിക്ക് ചെയ്യാൻ വന്നേ. എന്തേ ഇഷ്ടപ്പെട്ടില്ലേ? എന്നാ തിരിച്ചോണ്ടിട്ടേക്കാം. നീ വല്ല ബസ്സും കയറി പോരെ. ഞാനങ്ങനെയല്ല ഉദ്ദേശിച്ചേ. ഊഹ്, ഇങ്ങനെ ഒരു മുരടൻ. അല്ല, സാധാരണ എന്നെ പിക്ക് ചെയ്യാൻ വന്നെന്ന് പറഞ്ഞാലൊന്നും ഇച്ചായൻ വരാറില്ലല്ലോ. ബസ് വിളിച്ച് പോകാനല്ലേ പറയാറ്. പിന്നെ എന്നെ പിക്ക് ചെയ്യാൻ വന്നേന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇനി 2 ദിവസത്തേക്ക് നിന്റെ വീട്ടിലെല്ലാവരും. അപ്പോൾ സുമിത്രാമ്മ പറഞ്ഞു നിന്നെ വരുന്ന വഴിക്ക് വിളിച്ചുകൊണ്ടുവരാൻ. അതാ വന്നേ. ഞാൻ വിചാരിച്ചു ഇച്ചായനായിട്ട് വന്നേന്ന്. എന്നാ പറഞ്ഞ? ഞാൻ കേട്ടില്ല. എന്തെങ്കിലും പറയാണ്ടെങ്കിൽ ഇച്ചിരി ഒച്ചയ്ക്ക് പറ. ഞാൻ ഇച്ചായനോട് പറഞ്ഞതല്ല, ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാ. ആത്മകഥം. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവില്ല നിന്റെ ലണ്ടൻ ഫ്രണ്ടുമായിട്ട് കൂട്ടുകൂടിയതെന്ന്. അവനെ നിന്നെ ഇത്രയും വഷളാക്കി കളയണേ. ഇച്ചായ ഇനി നോക്കിക്കോളാം ഞാൻ. വേഗം ഇറങ്ങാൻ നോക്ക്, വീടെത്തി. അപ്പം ഇച്ചായനോ? ഞാനിപ്പോൾ വരാം. എനിക്ക് 2-3 സാധനം വാങ്ങാൻ എൻ്റെ ടൗണിൽ നിന്ന്. ഞാൻ പോയി വാങ്ങിയിട്ട് വരാം. അമ്മ, മമ്മി, ചേച്ചി, ആരാ ഉള്ള ഇവിടെ? ആ, നീ വന്നോ? എടി, അവന് ചായ എടുത്തെടുത്താ ടേബിളിൽ ഇരിപ്പുണ്ട്. എന്നാടാ ചായ? എന്താ അമ്മ അങ്ങനെ ഒരു ടൂണ്? ചുമ്മാ മാറ്റി പിടിച്ച് നോക്കിയതാ. എങ്ങനെയുണ്ട്? സത്യം പറയാലോ, മറ്റേത് തന്നെ നല്ലത്. മനുഷ്യൻ ചിരിച്ചാൽ നിങ്ങളെ തലക്കൂടെ മീൻ വെള്ളം കോരി ഒഴിക്കും. അതിനിപ്പോൾ ഞാനെന്തോ ചെയ്തു? സാരല്ല പപ്പേ, പോട്ടെ, വിഷമിക്കണ്ട. നീ മാത്രമാണ് വന്നോളൂ. അപ്പം നോവ എന്തേ? അത് ശരിയാണല്ലോ, ഞാൻ അവൻ്റെ കാര്യം അങ്ങ് മറന്നുപോയി. അമ്മയ്ക്കിപ്പോൾ വന്ന് മരുമോനെ കിട്ടിയപ്പോൾ മോനോടൊരു സ്നേഹമില്ല. ഓ ചേച്ചി, അവിടുന്ന് ഇച്ചാൻ എന്തോ ടൗണിൽ നിന്ന് എന്തോ സാധനം വാങ്ങാനുണ്ടെന്നും പറഞ്ഞ് എന്നെ ഇവിടെ ഇറക്കി വിട്ടിട്ട് പോയി.
അപ്പം നിങ്ങൾ ടൗണിൽ നിന്നല്ലേ വന്ന വഴിക്ക് ഇങ്ങോട്ട് മേടിച്ചുകൊണ്ട് വന്നാൽ പോരായിരുന്നോ? ഇതിപ്പോൾ ഇവിടം വരെ വന്നിട്ട് ആ ചെറുക്കൻ തിരിച്ചു പോയോ? അവനിങ്ങോട്ട് വരട്ടെ, 2 ഞാൻ കൊടുക്കുന്നുണ്ട് അവന്. ആ ഇച്ചാന് 2 കൊടുത്താൽ പോരാ, അത് കൂടുതൽ കൊടുക്കണം. ഊഹ് എൻ്റെ പൊന്നിച്ചു. എന്നെ നോക്കൊന്നും വേണ്ട, അല്ലെങ്കിൽ അയാൾക്ക് 2 കുറവുണ്ട്. മമ്മി ആ നീ വന്നോ, എന്നാ ജ്യൂസ് കുടിക്കുന്നു, എനിക്ക് തന്നെ ഉണ്ടാക്കിയതെപ്പോൾ. ഇച്ചുവിനെ അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തായിരുന്നു. അവൻ വന്നിട്ട് എന്തി? അവൻ വന്നപ്പോൾ തന്നെ ചായ കുടിച്ചിട്ട് റൂമിലേക്ക് പോയി, പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല, കുളിക്കുമായിരിക്കും. എന്നാൽ ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആവട്ടെ കേട്ടോ. 2-3 ഫയൽ തീർക്കാനുണ്ട്. അപ്പോൾ ഒരു 1-2 അവർ കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വരുള്ളൂ താഴത്തേക്ക്. എന്നാൽ നീ ചെല്ല്, ഫ്രഷ് ആയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വർക്ക് ചെയ്താൽ മതി കേട്ടോ. ആ മമ്മി. ഈ ഇച്ചായന് ഒരു നാണവും ഇല്ല. നീ എന്താ ഇവിടെ? ഇച്ചായനെ കാണാൻ, അല്ലാണ്ട് എന്തിന്? എന്നെ കാണാനോ? എന്നെ എന്തിനു കാണാൻ? ഇത് ചെറുക്ക മര്യാദക്ക് റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോക്കെ എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ളതാ. ഇച്ചായൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു, അതിന് ഞാനെന്നാ റൂമിൽ നിന്ന് പോകുന്നത്? എന്തൊക്കെയാണല്ലോ ഞാനിതൊക്കെ കാണാനുള്ളതല്ലേ? ദേച്ചു, ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ദേ ഇപ്പോഴും ഞാൻ പറയണു, ഇമാതിരി വഷളത്തരം പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വരരുത്. ഈ ഇച്ചായൻ അല്ലേലും ഇങ്ങനെ, ഞാൻ എത്ര പുറകെ നടന്നാലും എത്ര ഇഷ്ടമെന്ന് പറഞ്ഞാലും എൻ്റെ അടുത്ത് എപ്പോഴും ഇങ്ങനെ സംസാരിക്കുള്ളൂ. എത്ര നാളായി ഇച്ചായൻ എൻ്റെ അടുത്തൊന്ന് മര്യാദയ്ക്ക് സംസാരിച്ചിട്ട്. അതിന് സ്വഭാവം നല്ലതായിരിക്കണം, അല്ലാണ്ട് ഇങ്ങനെ ഓരോ വൃത്തികേടും പറഞ്ഞ് എൻ്റെ പുറകെ നടക്കുകയല്ല വേണ്ടത്. വൃത്തികേടോ? അപ്പം ഇത്ര നാളെ ഞാൻ ഇച്ചായൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞതൊരു വൃത്തികേടായിട്ടാണ് ഇച്ചായൻ കണ്ടാക്കുന്നത്? പിന്നല്ലാതെ, ഞാൻ ഗേ അല്ല എന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങനെ എന്നെ ഫോഴ്സ് ചെയ്യുന്നതിന് ഓരോ കാര്യത്തിലും. നീ ഓരോ പ്രാവശ്യം എൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര പ്രഷറാണ് ഫീൽ ചെയ്യുന്നത്. അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്ത എന്താ? ഞാൻ ഇച്ചായനെ ഫോഴ്സ് ചെയ്യുവാന്നോ? ഞാനിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഇച്ചാനെ പ്രഷർ ഫീൽ ചെയ്യാമെന്നോ? അപ്പോൾ ഇത്ര നാളും ഇങ്ങനെ ഒന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. ഇതിനു മുമ്പ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നെങ്കിൽ ഞാൻ അതിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യില്ലായിരുന്നോ? പിന്നെ എനിക്ക് ഇച്ചാനെ ഇഷ്ടമാണ്. എനിക്ക് പണ്ടും അങ്ങനെയായിരുന്നു, ഇനി എൻ്റെ ഭാവിയിലും അങ്ങനെ തന്നെയായിരിക്കും. അതിന് മാത്രം ഒരു മാറ്റം വരുന്നില്ല. അത് ഞാൻ ഇച്ചാനെ ഉറപ്പ് തരാം. ഇത് സത്യമാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് ഇച്ചാനുള്ള ഈ ഫീല് അത് പ്രേമം തന്നെയാണ്. എൻ്റെ പൊന്നിച്ചു, നിന്നോട് എത്ര പ്രാവശ്യം ഞാനിത് പറയണം? നിനക്ക് എന്നോടുള്ളതൊരു പ്രേമമല്ല, ഇറ്റ്സ് ജസ്റ്റ് ആൻ ഹോർമോണൽ ഇൻബാലൻസ്, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു ബോയ് മറ്റൊരു ബോയോടുള്ളതൊരു സിൻസിയർ ലവാന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അതിൽ വിശ്വസിക്കുന്നുമില്ല. ഇച്ചായ, how many times do I have to say that I love you? I really, really, really love you from my heart. And it's not hormonal imbalance, it's love, a boy to boy. And I don't think it's a wrong thing to love a boy in this generation. And I'm sure that my love for you is sincere. എനിക്ക് ഇച്ചാനുള്ള ഇഷ്ടം ഇച്ചാനെ ഇങ്ങനൊരു കണ്ണിലൂടെ കണ്ടുകൊണ്ടിരുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ശരി, ഇച്ചാൻ്റെ ഇഷ്ടം ഇതൊരു ഹോർമോണൽ ഇംബാലൻസ് ആയിട്ടാണ് ഇച്ചാനെ കാണാൻ താല്പര്യമെങ്കിൽ ഞാൻ അതിനകത്തൊന്നും പറയുന്നില്ല. താങ്ക് ഗോഡ്, ഇപ്പോഴെങ്കിലും നിൻ്റെ തലയിലേക്ക് ഇതൊന്ന് കയറിയില്ലോ. ഇച്ചായ, ഇഫ് യു തിങ്ക് ഇറ്റ്സ് എ ഹോർമോണൽ ഇംബാലൻസ് ദെൻ ടേക്ക് ദിസ്. നമ്മൾ രണ്ടും രണ്ടായെന്നാൽ ലോകം തീരില്ലേ? ഇച്ചാനിപ്പം എന്തേ കാണിച്ചേ? അവനാ നീ കണ്ടില്ല എന്താ കാണിച്ചതെന്ന്? അവനെ തല്ലി, അത് തന്നെ. അത് ഞാൻ കണ്ടുകൊണ്ട് തന്നെ ഇച്ചാനോട് ചോദിച്ചത്. ഇച്ചാൻ അറിയാവുന്ന കാര്യമല്ലേ, അമ്മയും അച്ഛനും പോലും ഇച്ചുവിനെ ഇതുവരെ തല്ലിയിട്ടില്ലാന്ന്. പിന്നെ ഇച്ചാനായിട്ട് എന്തിനാ തെല്ലാൻ പോയി അവനെ? പിന്നെ അവൻ പറഞ്ഞത് നീ കേട്ടില്ലേ? അവനെന്നെ ഇഷ്ടമാണ് പോലും. അതെ, അവന് നിങ്ങളെ ഇഷ്ടമാണ്. വെറും ഇഷ്ടമല്ല, നിങ്ങളോട് മുടിഞ്ഞ പ്രേമം അവന്. അത് എനിക്ക് മാത്രമല്ല, വിച്ചുവിന് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. പിന്നെ അവൻ ഈ ഇച്ചാനോട് കാണിക്കുന്നത് മൊത്തം ഞാൻ എരിവിരി കയറ്റി വിട്ടിട്ടാ, അല്ലാതെ അവൻ ഇതിനുള്ള ധൈര്യം ഉണ്ടായിട്ടൊന്നും അല്ല. ഞാനിപ്പോൾ ചെയ്തതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി നിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നിനക്ക് റൂമിൽ നിന്ന് പോവാം. നിങ്ങളൊക്കെ അങ്ങനെ എൻ്റെ ഇച്ചാനായിട്ട് വന്നുണ്ടായത്? ആ ഇച്ചുവിന് എങ്ങനെയാണോ നിങ്ങൾ ഇഷ്ടപ്പെടാൻ തോന്നിയത്? അവൻ്റെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ നിങ്ങളെന്നാണ്ട് വലിയ ദൈവമാണെന്നുള്ള രീതിയിലാണ് അവൻ സംസാരിക്കുന്നത്. ആ പാവം കൊച്ചിനെ കരയിപ്പിച്ചതും പോരാഞ്ഞിട്ട് നിങ്ങൾ ഇഷ്ടമാണെന്ന് പറഞ്ഞതാണ് ഇത്ര വലിയ തെറ്റ്. പിന്നെ നിങ്ങൾ ഈ കെട്ടാച്ചറക്കായിട്ട് നിൽക്കണം, നിങ്ങൾ ആര് വന്ന് കെട്ടും വരെ ഐശ്വര്യറായും വന്ന് കെട്ടുമെന്നാണോ നിങ്ങളുടെ വിചാരം? അല്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല, ഞാൻ പോവാ. എൻ്റെ കൊച്ചിനെ കരയിപ്പിച്ചിട്ട് ഞാൻ അവൻ്റെ കൂടെ പോവാ, അല്ലാതെ നിങ്ങളുടെ കൂടെ ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. നീ പോടി, നിന്നോട് കൂടെ നിൽക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവൻ്റെ പേരും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നാക്കുന്ന വഴക്കിടാൻ.
നീ പൊക്കോ, അവനോട് പൊക്കോ, അത് തന്നെ നിനക്ക് നല്ലത്. അമ്മ ഫുഡ് എടുത്തു തരാവോ? അല്ലമ്മേ, ഇച്ച് ഫുഡ് കഴിക്കാൻ വന്നില്ലേ? അവന് ചില തലവേദന എടുക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവൻ നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് റൂമിൽ പോയി. ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ കുറച്ച് പാലുണ്ടായി കൊണ്ട് കൊടുക്കണം. നേരത്തെ എന്ന് പറഞ്ഞാൽ എത്ര മണിക്ക്? ഒരു 8 മണിയൊക്കെ ആയപ്പോൾ അവൻ ഭക്ഷണം കഴിച്ചു. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, കൊല്ലു എന്ന് പറഞ്ഞാൽ 9:30 കഴിയാതെ ഭക്ഷണം കഴിക്കാത്തവനാ. ഇതെന്നെ ഇങ്ങനെ. അത് ഞാനും ആലോചിച്ചു. പിന്നെ മുഖമൊക്കെ ആകെ വാടിയിരിക്കുമായിരുന്നു, തീരെ വയ്യായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ഭക്ഷണം വേഗം കൊടുത്തിട്ട് അവനോട് കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. എനിക്ക് മതി, ഞാൻ എണീക്കുക. അതിന് നീ ആകെ 2 വായല്ലേ കഴിച്ചോളൂ. അത് മതി, ഞാൻ നല്ല ടയേർഡാ, കുറച്ച് ഞാൻ പോയി റെസ്റ്റ് എടുക്കട്ടെ. ദൈവമേ, ഈ പിള്ളേർക്കൊക്കെ ഇതെന്താ ഇത്? ഇതുങ്ങളുടെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ. അവരെന്താന്ന് വെച്ചാൽ കാണിച്ചോളും. നമുക്കിരുന്ന് കഴിക്കാം. സമയം എത്രയായി? ദൈവമേ, 8:30 കഴിഞ്ഞോ? രാവിലെ തന്നെ തുടങ്ങി അവസാനം എടുത്ത് മറക്കല്ലേ. അല്ല മഹിയച്ച, പപ്പ എന്തി? നിന്റെ പപ്പ രാവിലെ ജോഗിങ്ങിനാന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. എന്നാ പിന്നെ ആളെ നോക്കണ്ട, ഇപ്പൊ എങ്ങും ഇവിടെ എത്തൂല. അല്ല, ഈ പറയുന്നയാൾക്ക് ജോഗിങ്ങും പരിപാടിയൊന്നും ഇല്ലേ? ഈ രാവിലെ എണീറ്റ് ഈ പത്രം അങ്ങോട്ടും മറിച്ചോണ്ടിരുന്നാ മതിയോ? അതിന് നിന്റെ പപ്പനെ പോലെ അല്ല ഞാൻ. എനിക്ക് കുറച്ച് ബുദ്ധിയും ബോധമൊക്കെ ഉണ്ട്. ഈ വെയിലത്തിൽ കൂടെ കിടന്ന് ഓടി അതെങ്ങാനും വേർത്തൊലിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ കമ്പനിയൊക്കെ ആര് നോക്കും? ഇനിയിപ്പോ അതൊക്കെ പറഞ്ഞാ മതി. മഹിയേട്ടാ, ചായ. ഞാൻ നിന്നെ വിളിക്കാൻ അങ്ങോട്ട് വരാൻ തുടങ്ങുമായിരുന്നു. രാവിലെ ആയ വല്ല ബോധം ഉണ്ടോ പെണ്ണേ നിനക്ക്? കിടന്ന് ഉറങ്ങിയാക്ക് ഉച്ചവരെ. നിനക്കിനി സ്കൂളിൽ പോകണ്ടേ? മര്യാദയ്ക്ക് പോയി ഫുഡ് കഴിച്ചിട്ട് വേഗം പോകാൻ നോക്കിക്കേ. ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടാതെ എൻ്റെ സുമുവേ. ഞാൻ സ്കൂളിൽ ചെന്നില്ലെങ്കിൽ എൻ്റെ പിള്ളേർക്ക് അത്ര സന്തോഷമുള്ളൂ ടീച്ചർ വന്നില്ലല്ലോ എന്ന് ഓർത്ത്. പിന്നെ ഇച്ചിരി ലേറ്റായി പോയി കിടന്നപ്പോൾ. ഞാൻ ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോകാൻ വേണ്ടി നിൽക്കുവാ. അല്ല പെണ്ണേ, നിന്റെ കെട്ടിയോനെന്തി? അപ്പോൾ അവിടെ നീ മമ്മീനെയും കൊണ്ട്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, എൻഗേജ്മെൻ്റ് അല്ലേ കഴിഞ്ഞോളൂ. അങ്ങേരെ ഇന്നലെ രാത്രി ഹെഡ് ഓഫീസിൽ നിന്ന് വിളിച്ചു ഒന്ന് വേഗം ചെല്ലാൻ പറഞ്ഞ് എന്തോ അത്യാവശ്യ കാര്യമുണ്ടെന്ന്. അതുകൊണ്ട് ഇന്നലെ രാത്രി തന്നെ പോയി. പറയാൻ പറ്റിയില്ല നിങ്ങളോട്, ഞാനിവിടെ പുറത്തിരിപ്പുണ്ടായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞിട്ട് പോയി. അമ്മേ, ഞാൻ ഇറങ്ങുക. ഇച്ചിനോട് വേഗം വന്ന് കാറി കയറാൻ പറ. ലേറ്റ് ആയി കഴിഞ്ഞാൽ അവന് ബസ്സിൽ കയറി വരേണ്ടി വരും കേട്ടോ. അതിനവൻ രാവിലെ തന്നെ പോയല്ലോ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. രാവിലെ സാധാരണ ഇച്ചാൻ്റെ വായന 2 തെറി കേൾക്കുമ്പോഴാണല്ലോ അവൻ ഇച്ചാൻ്റെ കൂടെ ഇറങ്ങിപ്പോവാറ്. ഇന്ന് നേരത്തെ പോയെന്ന് പറഞ്ഞാൽ അതങ്ങനെ ശരിയാവണേ? അത് തന്നെ ഞാനും ആദ്യം അത്ഭുതമാണെന്ന് വിചാരിച്ചു. അവൻ രാവിലെ 8 മണിയായപ്പോൾ ഇവിടെ നിന്ന് ബസ് കയറിപ്പോയി. രാവിലെ അങ്ങ് എണീറ്റ് വന്നിട്ട് ഫുഡും കഴിച്ച് കുളിച്ച് റെഡിയായി. രാവിലെ ഞാൻ ആദ്യമായിട്ട് അവൻ ഇത്ര രാവിലെ പോകുന്ന കാണുന്നത്. എന്നിട്ട് അവൻ്റെ അടുത്ത് 2-3 ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് ഒരുമിച്ച് പൊക്കോളാന്ന് പറഞ്ഞ് രാവിലെ തന്നെ പോയി. അല്ല വിച്ചു, നീ എപ്പോഴാണ് വന്നേ? ഞാനിന്ന് രാവിലെ തന്നെ വന്നായിരുന്നു. എന്നാൽ ഞാൻ ഇറങ്ങുക. ഇസേ, നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ, വന്ന് കയറ്. എടി, ഇച്ചോൻ ഇന്നലെ തൊട്ട് എന്താ പറ്റിയ? ഞാൻ ഇന്നലെ രാത്രിയിട്ട് ശ്രദ്ധിച്ചത് അവൻ്റെ മുഖമൊക്കെ ഒരുമാതിരി വല്ലാതെ. പിന്നെ ഇന്നലെ നേരത്തെ ഭക്ഷണം കഴിക്കുന്നു, ഇന്ന് രാവിലെ നേരത്തെ പോകുന്നു. ഇതൊന്നും അവന് ശീലമില്ലാത്തതാണല്ലോ. അതിന് നിങ്ങളുടെ പുന്നാര അളിയൻ തന്നെയാ കാരണം. ഇച്ചായനോ? ഇച്ചാൻ എന്ത് ചെയ്തു നീ പറയണേ? നിങ്ങൾക്ക് ഇച്ചുവിൻ്റെ സ്വഭാവം അറിയാവുന്നല്ലേ. അവൻ ഓരോന്ന് പറഞ്ഞ് ഇച്ചായൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് അവസാനം ഇച്ചായൻ പറയുക അവർ തമ്മിൽ അങ്ങനെയൊന്നുമില്ല, അവന് ഇങ്ങനെ ബോയ്സിനോട് ഇഷ്ടമൊന്നും തോന്നാൻ പാടില്ല, അത് ചുമ്മാ ഹോർമോണൽ ഇംബാലൻസാണ്, ഇതാണെന്നൊക്കെ കുറേ പറഞ്ഞു. അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ പിച്ചുവിന് കുറേ സങ്കടമായി. അപ്പോൾ അവനിങ്ങനെ കുറേ പറഞ്ഞു കഴിഞ്ഞ് ഇച്ചായനും കുറേ പറഞ്ഞു. എന്നിട്ട് അവസാനം ഇച്ചു കയറി ഇച്ചായനെ കിസ്സടിച്ചു. പിന്നെ ഒന്നും പറയണ്ടല്ലോ, അപ്പം തന്നെ ഇച്ചായനൊരു പൊട്ടിയിലങ്ങ് പൊട്ടിച്ചു. എൻ്റെ പൊന്നോ, കാണണ്ട കാഴ്ചയായിരുന്നു അത്. ഇച്ചായൻ ഇച്ചുവിനെ തല്ലിയോ? ദൈവമേ, ആ ചെറുക്കൻ ഇനി എന്തൊക്കെ പുകിലുണ്ടാക്കുമോ എന്തോ. അല്ല, പക്ഷെ അവൻ്റെ സ്വഭാവത്തിലൂടെ തല്ലി കിട്ടിക്കഴിഞ്ഞാൽ അവൻ നിർത്തണ്ടേ അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ തല്ലിനേക്കാളും കൂടുതൽ എന്തൊക്കെ ഇച്ചാൻ അവനെ പറഞ്ഞാക്കണം. എന്നിട്ട് അവൻ ഒരു ഉളുപ്പില്ലാണ്ട് വീണ്ടും ഇച്ചാൻ്റെ പുറകെ പോയില്ലേ. ഇതൊന്നും അല്ല, ഇത് വേറെന്തോ കാര്യമാണ്. അല്ലാതെ ഒരു തല്ല് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ടൊന്നും പോകത്തൊന്നുമില്ല. ഇത്രയും വലിയ കാര്യം
ഞാനും അങ്ങനെ ആദ്യം വിചാരിച്ചത്. പക്ഷേ ഇച്ചായൻ സാധാരണ പറയുന്ന പോലെയൊന്നും അല്ല ഇന്നലെ പറഞ്ഞ. ഇന്നലെ ഇച്ചായൻ പറഞ്ഞത് ശരിക്കും കൂടിപ്പോയി. എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടില്ല ഇച്ചായൻ പറഞ്ഞ രീതിയും അവനോട് പറഞ്ഞതൊന്നും. നമുക്ക് നോക്കാം ഇച്ചു എന്നാ ചെയ്യണേന്ന്. സ്കൂളെത്തി, എന്നാ ഇറങ്ങിക്കോ. എന്നാൽ ശരി, ടാറ്റാ. ഈവനിങ് ഇവിടെ നിന്നാൽ മതി, ഞാൻ വന്ന് പിക്ക് ചെയ്തോളാം. ഇവനിതവിടെ സാധാരണ ഇവിടെയാണല്ലോ നിൽക്കാറ്. വരുന്ന അരുണല്ലേ? അരുണേ, എന്നെയാണോ ഇങ്ങനെ വിളിച്ചേ? എന്നെയാണോ വിളിച്ചേ? നീ അല്ലാതെ പിന്നെ ഇവിടെ വേറെ ഏതെങ്കിലും അരുണുണ്ടോ? അതേ അവരുടെ സ്വഭാവം. അവനെന്തേ സാധാരണ ഈ സമയത്ത് ഇവിടെ നിൽക്കണേയാണല്ലോ. അവൻ വീട്ടിൽ പോയല്ലോ. കോളേജ് വിട്ടപ്പോൾ തന്നെ ബസ് കയറിപ്പോയി. കോളേജ് വിട്ടപ്പോൾ തന്നെ ബസ് കയറിപ്പോയിന്നോ? അപ്പോൾ അവനല്ല എൻ്റെ അടുത്ത് പറഞ്ഞത് 5:30 ബസ് ഉള്ളൂ എന്ന്. അങ്ങനെ പറഞ്ഞല്ലേ? എന്നാൽ ശരിടാ, താങ്ക് യു. ഇച്ചായ ഒരു മിനിറ്റ്, എനിക്ക് ഇച്ചായെന്ന് വിളിക്കാമോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ വിളിക്കുക. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ കോളേജ് 4:30 വിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങളുടെ റൂട്ടിലേക്ക് കറക്റ്റ് ടൈമിലൊരു ബസ്സുണ്ട്. പക്ഷെ അതിൽ വരാതെ 5:30 വരെ അവനിവിടെ വെയിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചായൻ ഒരു ദിവസമെങ്കിലും അവനെ വന്ന് പിക്ക് ചെയ്യുമെന്നുള്ളൊരു മൈൻഡിലായിരുന്നു ഇത്രയും നാളും അവനിവിടെ നിങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത്രയും നാളെന്ന് പറഞ്ഞാൽ എത്ര കൊല്ലമായി? 2-3 കൊല്ലമായി അവനിപ്പോൾ ഡിഗ്രി പഠിക്കാൻ തുടങ്ങിയിട്ട് ഈ കോളേജിൽ വന്ന്. അപ്പം തൊട്ട് അവൻ ഇച്ചായൻ വന്ന് പിക്ക് ചെയ്യുമെന്നുള്ളൊരൊറ്റ ചിന്തയിലായിരുന്നു 5:30 വരെ ഇവിടെ നിന്നുകൊണ്ടിരുന്നത് കോളേജ് വിട്ട്. ബസ്സൊക്കെ ഇവിടെ 10 മിനിറ്റ് കൂടുമ്പോൾ ഉണ്ട് നിങ്ങളുടെ റൂട്ടിൽ. പക്ഷെ ആ ഒരൊറ്റ ബസ്സിൽ പോലും അവൻ കയറാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ അവനെ വന്ന് പിക്ക് ചെയ്യുമെന്ന് ഓർത്തിട്ടായിരുന്നു. പക്ഷേ എന്തോ ഇന്നവൻ ആദ്യമായിട്ട് നേരത്തെ കോളേജ് വിട്ടപ്പോൾ തന്നെ ബസ് കയറിപ്പോയി. ഇച്ചായൻ അവനെ ഇഷ്ടപ്പെടാത്തതൊക്കെ ഇച്ചായൻ്റെ കാര്യം. പക്ഷേ അവനെ പരമാവധി വേദനിപ്പിക്കാതെ നോക്കുന്നു. അവനങ്ങനെ എല്ലാം സഹിക്കുന്ന കൂട്ടത്തിലാണ്. അവനിങ്ങനെ ഭയങ്കര പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനൊന്നും അറിയത്തില്ല. നിങ്ങളിഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിഷ്ടമായതുകൊണ്ട് തന്നെയായിരിക്കും. പിന്നെ ഇച്ചായനെ ഉപദേശിക്കാൻ ഞാനാരുമല്ലാന്ന് എനിക്കറിയാം. പക്ഷേ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള നിലയ്ക്കും ഇത്ര നാളും അവൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു നിലയ്ക്കും എനിക്ക് അവനെ നന്നായിട്ട് അറിയാവുന്ന. അവൻ്റെ മുഖം ഒന്ന് വാടിക്കഴിഞ്ഞ് എനിക്കത് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് കൂട്ടിയാൽ മതി. പിന്നെ പറ്റുമെങ്കിൽ ഒന്ന് അവനോട് സംസാരിക്കണം. ഐ അണ്ടർസ്റ്റാൻഡ്. ഞാൻ അവനോട് സംസാരിക്കാം. എന്നാൽ ശരി, ഞാൻ പോവാം. അമ്മേ, ഇച്ചു എന്തി? ഞാൻ അവനെ പിക്ക് ചെയ്യാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ അവനെ ഉണ്ടായിരുന്നില്ലല്ലോ. ഇച്ചു അവനൊന്ന് നേരത്തെ വന്നല്ലോ. അതേ കുറച്ച് മുമ്പ് റൂമിലേക്ക് പോയുള്ളൂ. എന്നാൽ ഞാൻ അവനൊന്ന് കണ്ടിട്ട് വരാം. അറ്റ്ലീസ്റ്റ് അവനൊന്ന് വിളിച്ചു പറയത്തില്ലായിരുന്നു അവൻ നേരത്തെ വരും എന്നുള്ള കാര്യം. ഇച്ചായ അവന് തീരെ വയ്യാന്ന് പറഞ്ഞ റൂമിലേക്ക് പോയേ. ഇപ്പം പോകാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഇച്ചു അല്ലേ, ഞാൻ നോക്കിക്കോളാം. നീ തന്നെ നേരത്തെ വന്നേ? നേരത്തെ ബസ് കിട്ടി, അതുകൊണ്ട് നേരത്തെ വന്നു. ഇത്ര നാളെ നിനക്ക് 5:30 അവിടെ നിന്ന് ഇങ്ങോട്ട് ബസ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇന്നെങ്ങനെ നേരത്തെ ബസ് വന്നേ? ഇതൊന്നും നിങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കണമെന്ന് എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല. പിന്നെ ഈ റൂമിൽ നിന്ന് പോയായിരുന്നു എനിക്ക് ഫ്രഷ് ആവായിരുന്നു. നീ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നേ? സാധാരണ ഞാൻ നിന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി നീ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഇന്ന് നീ നേരത്തെ പോകുന്നതും പോരാനായിട്ട് എന്നെ ഒന്ന് വിളിച്ചു പോലും പറഞ്ഞില്ലല്ലോ. നിങ്ങളെ വിളിച്ചു പറയായിരുന്നു എൻ്റെ തെറ്റ്, അത് ഞാൻ സമ്മതിച്ചു. ഇനിയൊന്നും എൻ്റെ റൂമിൽ നിന്ന് പോവാവോ? എനിക്ക് ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യണമായിരുന്നു, അതാ പറയുന്ന റൂമിൽ നിന്ന് പോവാൻ. അതിന് ഞാനെന്തിനാ നിൻ്റെ റൂമിൽ നിന്ന് പോകണേ? ഇതിനു മുമ്പ് നീ എൻ്റെ മുമ്പിൽ വെച്ച് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ എന്നാ കുഴപ്പം? അത് നേരത്തെ അല്ലേ, ഇപ്പം എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ. ഇനിയൊന്ന് ഇറങ്ങി പോവാവോ? ഇപ്പം എന്നെ വ്യത്യാസം, സിറ്റുവേഷനൊക്കെ സെയിം തന്നെയല്ലേ, പിന്നെ എന്നാ കുഴപ്പം? നിങ്ങളോട് ഇത്ര നേരം ഞാൻ മര്യാദയ്ക്കാണ് പറഞ്ഞത് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇനി ഞാൻ പിടിച്ച് പുറത്താക്കണ്ടെങ്കിൽ മര്യാദയ്ക്ക് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോ. ചെറുക്കന് ധൈര്യമൊന്നും അല്ല, അഹങ്കാരം. അപ്പം നമുക്ക് പ്ലാനിങ് തുടങ്ങാം. നമ്മൾ എവിടെ നിന്ന് തുടങ്ങും? എടാ വെയിറ്റ് ചെയ്യിച്ചു വരട്ടെ. അവനല്ലേ സാധാരണ മഹിയുടെയും സുമിയുടെയും വെഡിങ് ആനിവേഴ്സറിയുടെ എല്ലാം ചെയ്യാറ്. അവനില്ലാതെ എങ്ങനെ നമ്മൾ പ്ലാനിങ് തുടങ്ങണേ? എടി നോറ, ഇച്ചു എന്തേ? ഞാനിപ്പോൾ അവനെ വിളിക്കാൻ ചെന്നേ ഉള്ളൂ. അവൻ കിടക്കുമായിരുന്നു. ഞാൻ ചോദിച്ചു വന്നില്ലെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു നമ്മളോട് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, പ്ലാനിങ് ഒക്കെ ചെയ്തോ, നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തോ. അവന് നല്ല തലവേദനയുണ്ട്, അവൻ വരുന്നില്ല, ഉറങ്ങുക എന്നൊക്കെ പറഞ്ഞ് കിടന്നു. ഞാൻ ഞെട്ടിപ്പോയത് കേട്ടപ്പോൾ. പോടി, ഇച്ചു അങ്ങനെ പറഞ്ഞു നിൻ്റെ അടുത്ത്? മമ്മിയാണേ സത്യം അവൻ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു. ഇനി എങ്ങനെ അവൻ കോളേജിൽ നിന്ന് തിരിച്ചു വന്ന വഴിക്ക് വല്ല തേങ്ങൻ തരല് വീണു? അതോ വല്ല പാമ്പും കടിച്ചു? അതൊരു പട്ടി അടിച്ചിരിക്കുമോ? അല്ലാണ്ട് ഇങ്ങനെ സംഭവിക്കാതെ തന്നെ അവനെന്നാ ഇങ്ങനെയൊക്കെ പറയണേ? എനിക്കറിയാൻ പാടില്ല. അവന് ശരിക്കും എന്താ പറ്റിയേ? എനിക്കറിയാൻ പറ്റത്തോളം ചോദിക്കണേ.
പ്ലാനിങ്ങിന് വന്നില്ലാന്നോ? അത് തന്നെ, കഴിഞ്ഞ ഇതേ സമയത്ത് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയുടെ പാർട്ടിയുടെ പ്ലാൻ ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പനി കൂടി അഡ്മിറ്റായി കിടന്ന അവൻ നമ്മളെ എല്ലാവരെയും വിളിച്ച് ഹോസ്പിറ്റലിൽ ഇരുന്ന് പ്ലാൻ നടത്തിയതാണ് കഴിഞ്ഞ കൊല്ലത്തെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയുടെ പാർട്ടി. അവൻ ഈ പ്രാവശ്യം തലവേദന എടുക്കുമെന്ന് പറഞ്ഞ് റൂമിൽ കിടന്ന് ഉറങ്ങിയെന്നോ. അൺബിലീവബിൾ. ഇത് ഞാൻ വിശ്വസിക്കത്തില്ല. ഇതൊന്നല്ല കാരണം, വേറെ എന്തോ വലിയ കാര്യമുണ്ട്. അല്ലാണ്ട് അവൻ അങ്ങനെ ഇങ്ങനത്തെ കാര്യമൊക്കെ പറഞ്ഞ് കിടക്കണമല്ലോ. നോറ മോളെ, അവൻ എല്ലാ കാര്യം മോളോട് എന്നല്ല ഷെയർ ചെയ്യാറ്. അവനെന്തോ പറ്റിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. 2-3 ദിവസമായിട്ട് ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കുന്നില്ല, നേരത്തെ പോലെ ഓടിച്ചാടി നടക്കുന്നില്ല, ഞങ്ങളോട് സംസാരിക്കുന്നില്ല, നേരത്തെ പോലെ നോവേനെ ശല്യപ്പെടുത്തുന്നില്ല, ഒന്നുമില്ല. എന്താ കാര്യം ഇനിയെങ്കിലും ഞങ്ങളോട് പറ. അവൻ നേരത്തെ രാവിലെ എണീറ്റ് കോളേജിൽ പോകുന്നു, നേരത്തെ തിരിച്ചു വരുന്നു, നേരത്തെ ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. ഞങ്ങളെ കാണാറുകൂടിയില്ല അവൻ. അയ്യോ എൻ്റെ മഹേച്ചി, ഇങ്ങനെ ടെൻഷൻ ആവാതെ. അവൻ്റെ എക്സാം ടൈം അല്ലേ വരുന്നത്. അവന് നല്ല ടെൻഷനുണ്ട്. അവൻ എന്നോടത് പറയുകയും ചെയ്തു. പിന്നെ അവൻ നിങ്ങളോട് പറയാത്തത് പറഞ്ഞ് നിങ്ങൾക്ക് വിഷമമാവണ്ടെന്ന് കരുതിയിട്ടാണ്. അവൻ മിക്കവാറും ഫിസിക്സിന് തോക്കാൻ ചാൻസ് ഉണ്ട്. അവനത് പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് കുറേ പറഞ്ഞു. അപ്പോൾ അതാണ് അവൻ ടെൻഷൻ്റെ കാരണം. പിന്നെ അവനെങ്കിലും സമാധാനിപ്പിച്ചെടുക്കാം നമുക്ക്. മമ്മി എന്നാൽ ഞാൻ റൂമിലേക്ക് പോവാം. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു തരാം. എനിക്കറിയാൻ പാടില്ലേ പിള്ളേർക്കൊക്കെ ഇതെന്നാ കുഴപ്പമെന്ന്. മമ്മി ആയിരുന്നോ? പിന്നെ ആരാന്നാ നീ വിചാരിച്ചേ? ഇച്ചു വന്നു. മമ്മി അത് പിന്നെ നീ പറഞ്ഞ് ബുദ്ധിമുട്ടണമെന്നൊന്നുമില്ല. എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഒന്നിലും നിങ്ങൾ രണ്ടും എൻ്റെ മക്കളല്ലേ. നിങ്ങളുടെ ഉള്ളിൽ എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് ഇത്ര പറഞ്ഞാൽ മതി. നീ എന്ത് പറഞ്ഞിട്ട് അവൻ എത്ര വിഷമിച്ച് ഇങ്ങനെ നടക്കുന്നതെന്ന് അത് മാത്രം എനിക്കറിഞ്ഞാൽ മതി. ഇത്രയൊക്കെ കേട്ടിട്ട് നിനക്ക് അവനെ ഇഷ്ടമല്ല എന്നുള്ളത് ഞാൻ വിശ്വസിക്കണമായിരിക്കും. നിനക്കവൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അവനെ കൺവിൻസ് ചെയ്യാൻ നിനക്ക് പറ്റും. പക്ഷേ ഞാൻ നിൻ്റെ അമ്മയാണ്. എനിക്ക് നീ എങ്ങനെയാണെന്ന് നന്നായിട്ട് അറിയാം. നിൻ്റെ മനസ്സും നീ എങ്ങനെ ചിന്തിക്കുമെന്നും ഒക്കെ എനിക്കറിയാം. അതുകൊണ്ട് പറ, നീ എന്തുകൊണ്ടാണ് അവന് ഇഷ്ടമല്ല എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറ. അമ്മ പറഞ്ഞ ശരിയാ, എനിക്ക് അവനെ ഇഷ്ടം. എന്നെക്കാളും കൂടുതലൊന്നും വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു കാര്യമുണ്ട്, അത് ഞങ്ങളുടെ ഏജാണ്. ഈ ഏജ് തന്നെ ഞങ്ങൾ തമ്മിൽ ഒന്നിക്കുന്നതിന് എന്നെ തടയുന്നതും. എനിക്കെന്താണെന്നറിയില്ല, ഞങ്ങൾ തമ്മിൽ 10 വയസ്സിന് ഡിഫറൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ അതങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് അവന് ഇഷ്ടമാണ്, അവൻ എന്നെ ഇഷ്ടമാണ്. അത് നേരത്തെ അങ്ങനെയായി, ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ സ്റ്റിൽ ഞങ്ങൾ തമ്മിലൊരു 10 ഇയേഴ്സിൻ്റെ ഡിഫറൻസ് എന്നൊക്കെ പറയുമ്പോൾ എനിക്കെന്തോ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ. ഓക്കെ, ഇനി അമ്മ മോനോടൊരു കാര്യം പറയട്ടെ. ഇത് നിൻ്റെ തെറ്റാണ്. ഈ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് നിൻ്റെ മാത്രം തെറ്റാണ്. പക്ഷെ ഇപ്പോൾ ഇച്ചുവിൻ്റെ മനസ്സിൽ ഇതെല്ലാം അവൻ്റെ തെറ്റായിട്ടാണ് കിടക്കുന്നത്. അതിന് കാരണം നീ അവനോട് സംസാരിച്ചതാണ്. നീ അവനോട് പറഞ്ഞ ഓരോ വാക്കുകളും ഒരു മുറിവായിട്ട് അവൻ്റെ മനസ്സിലുള്ളത്. ഇതെല്ലാം അവൻ്റെ തെറ്റായിട്ട് അവൻ്റെ മനസ്സിലിപ്പോൾ കിടക്കുന്നത്. അത് നീ പറഞ്ഞതായിട്ട്. അപ്പോൾ അത് ഇനി മാറണമെങ്കിൽ നീ തന്നെ അവനോട് പോയി സംസാരിക്കണം. പക്ഷെ അതൊരിക്കലും നേരത്തെ നീ സംസാരിച്ച പോലെ ആയിരിക്കരുത്. നീ എനിക്ക് അവനോടുള്ള പ്രണയം കൊണ്ടായിരിക്കണം, നിങ്ങൾ തമ്മിലുള്ള പ്രേമമായിരിക്കണം അവിടെ സംസാരിക്കേണ്ടത്. ഞാൻ പറഞ്ഞ വാക്ക് നിനക്ക് മനസ്സിലായോ? അതൊക്കെ ഇരിക്കട്ടെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടോ? മമ്മി കിടന്നലരണ്ട, എനിക്ക് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചല്ലേ. ചെറുതായിട്ട് എന്ത്? ചെറുതായിട്ട് 3-4 കിസ്. 3-4 അതൊക്കെ ഇരിക്കട്ടെ. ആർക്ക്? അവൻ എനിക്ക്. അയ്യേ, മോശം, വെരി ബാഡ്. ആ ചെറുക്കൻ്റെ കിസ് മേടിച്ചിട്ട് ഇവിടെ വന്ന് എൻ്റെ അടുത്ത് പരാതി പറയുന്നോളാ നീ? നാണമുണ്ടോ ഒരാണാന്ന് പറഞ്ഞ് നടക്കാൻ, തന്തയുടെ വില കളയാനായിട്ട്? യുവർ ഡാഡി ഈസ് നോട്ട് ലൈക്ക് ദിസ്. ഓക്കെ, സാരില്ല. ഇനി അടുത്തത് നീ അങ്ങോട്ട് കൊടുത്താൽ മതി, പ്രശ്നം തീരുമല്ലോ. അവൻ 4-5 തന്നോളൂ, നീ അങ്ങോട്ട് ഇരട്ടി കൊടുക്കടാ. മമ്മി എന്തൊക്കെ പറയുന്നേ? അയ്യേ, നിർത്തിക്ക് ചെറുക്ക കിടന്ന് ചിണുങ്ങാതെ. നിൻ്റെ ഈ സ്വഭാവം എനിക്ക് ഇച്ചിരി മാത്രമല്ലേ അറിയുള്ളൂ. നാട്ടുകാർ പറഞ്ഞാൽ വിശ്വസിക്കുമോ നിൻ്റെ ശരിക്കുള്ള സ്വഭാവം ഇതാന്ന്? മമ്മി ഇനി ഞാൻ എന്ത് ചെയ്യും? അവൻ എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ അവൻ്റെ അടുത്ത് മര്യാദയ്ക്ക് സംസാരിക്കണേ? മൈൻഡ് ചെയ്യുന്നില്ലെങ്കിലേ കണക്കായിപ്പോയി. ഇതിൽ എൻ്റെ വക യാതൊരു ഹെൽപ്പും നിനക്ക് കിട്ടത്തില്ല. അത് നീ പ്രതീക്ഷിക്കാൻ വേണ്ട. ഇത് നീയായിട്ട് തന്നെ തിരഞ്ഞെടുത്ത പണിയല്ലേ. അപ്പം നീ തന്നെ അവൻ്റെ ദേഷ്യം മാറ്റി അവനെ മര്യാദയ്ക്ക് നല്ല സ്വഭാവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നോക്ക്. മാത്രമല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് മര്യാദയ്ക്ക് സെറ്റാവാനും നോക്ക്. പിന്നെ
ഇത് നിങ്ങൾ സെറ്റായി കഴിഞ്ഞ് എൻ്റെ അടുത്ത് ഒന്ന് പറയണം. ഞാൻ തന്നെ പപ്പയോട് പറഞ്ഞെല്ലാം സെറ്റായിക്കോളാം. എൻ്റെ മോൻ ഇപ്പം കിടന്ന് ഉറങ്ങാൻ നോക്ക്. നമുക്ക് നാളെ അവനോട് സംസാരിക്കാം. അറിയാതെ എന്നോ നീ എന്റെ ജീവന്റെ നിഴലായി മാറി, പറയാതെ എന്നാളും ഓമൽ താരാട്ടായി നെഞ്ചിലാലോലമുണരുന്നുവോ. തൂമിന്നൽ തൂവൽ തുമ്പാൽ മെല്ലെ എൻ പൂവൽ കനവിൽ തഴുകാൻ വരൂ. വാർത്തിങ്കൾ മായും രാവിൻ കൊമ്പിൽ ചിറകേറി നീ പുലർക്കയിൽ മരം തരൂ. മന്ദാരം കാറ്റിനെ പ്രണയിച്ചതോ. മമ്മി ഞാൻ ഇറങ്ങാം. നോക്കണ്ട, അവൻ പോയി. പാവ ഇച്ചായൻ കുറച്ച് കഷ്ടപ്പെടും. നമ്മുടെ ഇച്ചല്ലേ, അവൻ വീണോളും. അവനെ അന്വേഷിച്ചാൽ വന്നെങ്കിൽ അവൻ പോയി. ഓ ഓക്കെ, താങ്ക് യു. മമ്മി അവനെവിടെ? അവൻ ട്രിപ്പിന് പോയല്ലോ. ഇച്ചാനോട് പറഞ്ഞില്ലേ? ട്രിപ്പിന് പോയിന്നോ? എന്നോട് പറഞ്ഞില്ലല്ലോ. എന്നിട്ട് എന്നാ മമ്മി ഞാൻ റൂമിലേക്ക് പോവാട്ടോ, ഫ്രഷ് ആവണം. ഇങ്ങനെയൊക്കെ തന്നെ ഒരാഴ്ച അങ്ങ് കഴിഞ്ഞു പോയി. ഈ ഒരാഴ്ചയായിട്ട് ഇച്ചാൻ എന്നെ കാണാനുള്ള അവസരം ഞാൻ കൊടുത്തില്ല. പുള്ളിക്കാരൻ എന്നോട് സംസാരിക്കാനൊക്കെ നോക്കി, പക്ഷെ ഞാൻ സംസാരിക്കാൻ പോയിട്ട് എന്നെ മേടിക്ക് കാണാനുള്ള അവസരം പോലും കൊടുത്തില്ല പാവത്തിന്. എനിക്കങ്ങനെ ഒരു ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷേ ഞാൻ ഇത്ര നാൾ അനുഭവിച്ച വിഷമം കുറച്ച് നാളെങ്കിലും ഇച്ചാൻ അനുഭവിക്കണമെന്ന് എനിക്ക് തോന്നി. ഞാൻ വിചാരിച്ച പോലെ തന്നെ ഞാൻ ഇത്രയും കൊല്ലം അനുഭവിച്ച വിഷമം ഈ ഒരാഴ്ച കൊണ്ട് ഇച്ചാൻ നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇനി നാളെ എന്തായാലും ഇച്ചാൻ്റെ മുമ്പിൽ പെടാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നാളെയാണ് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണല്ലോ ഇച്ചാൻ്റെ മുമ്പിൽ പെടും. അപ്പോൾ എന്തായാലും എന്നെ ഇച്ചാൻ പിടിക്കും. എന്നിട്ട് പിന്നെ എന്താ നടക്കാമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നോക്കാം. എന്തായാലും എന്നെ നാളെ വെറുതെ വിടില്ല ഇച്ചാൻ, അതെനിക്ക് ഉറപ്പാണ്. പൂക്കളും ഉഴകളും ലഹരിയും ഭൂമി സുന്ദരം. അച്ഛാ, അമ്മ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ആ, നമ്മുടെ വീട്ടിലെ മെയിനാളെത്തിയല്ലോ. ഇതാരിത്? അമ്മയുടെ സൽപുത്രനോ? ഇപ്പോഴാണ് ഇങ്ങോട്ടൊന്ന് എഴുന്നള്ള സമയം കിട്ടിയത്. ആ തിരുമോന്ത മര്യാദയ്ക്കൊന്ന് കണ്ടിട്ട് എത്ര ദിവസമായി. ഞാനിപ്പോൾ നിങ്ങളോട് മിണ്ടിയതായോ കുറ്റം? അതന്നെ, എല്ലാരും കൂടെ എന്റെ കൊച്ചിനെ എങ്ങനെ കളിയാക്കാതെ. അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്ക് പപ്പേ. ഹലോ, ആരുമില്ലേ ഇവിടെ? എവിടെ നമ്മുടെ നവദമ്പതികൾ? അരുണേ, നീ ഇത്ര നേരത്തെ വന്നോ? ആ, മോൻ വന്നോ? എനിക്ക് മമ്മി ഇപ്പൊ ചായ എടുത്തോണ്ട് വരാം. ഇവനെന്താ ഇവിടെ? ഓ ഓ ഓ ഓ ഓ കാം ഡൗൺ ചായ, കാം ഡൗൺ. ഇങ്ങനെ നോക്കി പേടിപ്പിക്കില്ല, കൊച്ചു പേടിച്ചു. ഇവനെ ഇപ്പൊ ആരാ ഇങ്ങോട്ട് ക്ഷണിച്ചേ? ഇച്ച എവിടെയാണേലും അവന്റെ കൂടെ ചുറ്റിപ്പറ്റി തന്നെ ഉണ്ടല്ലോ ഇവനും. ഇച്ചായ, ആർ യു ജെലസ്? ജെലസ് മൈ ആസ്. നോവാ ലാംഗ്വേജ്. അല്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇനി ജലസ്, അസൂയ എന്നൊക്കെയാ പറയാറ്. ഇനി ഇച്ചായൻ്റെ നാട്ടിൽ എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ. ദേ വിച്ചു, നിനക്ക് എൻ്റെ ഭാവി ഭാര്യനെ വേണമെങ്കിൽ അവളുടെ വാടച്ച് മിണ്ടാതിരിക്കാൻ പറ. അല്ലെങ്കിൽ ഞാൻ എന്നാ ചെയ്യാന്ന് എനിക്ക് പോലും അറിയത്തില്ല. എൻ്റെ പൊന്നിസ, നിൻ്റെ ആ വാ വെച്ചോ ഒന്നും മിണ്ടാതിരിക്കാമോ? ഇച്ചായന് ദേഷ്യം വന്നാൽ നിന്നെ കൊല്ലാനും മടിയില്ലാത്ത സാധനമാണ് അത്, കാണ്ടാമൃഗം. പപ്പ, ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ എന്തായി? എന്തിയെ, നിങ്ങളാണോ സൂപ്പർവൈസർ? അല്ലല്ലോ. നിന്നെ ഞാൻ ഇന്ന് ആ വാ വെച്ച് മിണ്ടാതിരുന്നു അവിടെ. Did he just give me that I don't care look? എക്സാക്ട്ലി. എടാ വാ, നമുക്ക് എൻ്റെ റൂമിലേക്ക് പോവാം. ആടാ അതാ വരുന്നു, ഞാൻ ഈ കപ്പ് കൊടുത്തിട്ട് വരാം. അതൊക്കെ ഇരിക്കട്ടെ, നിന്റെ ഇച്ചായൻ എന്ന് പറയുന്ന കപ്പലിൻ്റെ കാര്യം എന്തായി? എന്തെങ്കിലുമൊക്കെ രക്ഷയുണ്ടോ അതിൻ്റെ കാര്യത്തിൽ? എൻ്റെ മോനെ, ആ കപ്പൽ കര കണ്ട് തുടങ്ങി. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ഇഗ്നോർ ചെയ്യാൻ തുടങ്ങിയോണ്ട് എന്താണെന്നറിയത്തില്ല, ആൾക്ക് എന്നോട് ചെറിയ അടുപ്പമൊക്കെ ഉള്ള പോലെ. ഇച്ചു, നീ ഇവിടെ ഇരിക്കുകയാണോ? വേഗം ചെല്ല, അവിടെ എല്ലാവരും റെഡിയായി. നീയും കൂടി ഉള്ളൂ. വേഗം ചെന്ന് റെഡി ആയിട്ട് വന്നേ. ഓരോരുത്തരായിട്ട് ഗസ്റ്റുകൾ വന്നു തുടങ്ങി. എടാ അരുണ, എന്നാൽ നീ താഴേക്ക് ഇല്ല, ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വേഗം താഴേക്ക് ഇറങ്ങി വന്നേക്കാം. ആടാ, നീ റെഡി ആയിട്ട് പോരെ, ഞാൻ താഴെ നിന്നേക്കാം. ഏട്ടാ, ഏട്ടൻ എന്താ എപ്പോഴും ചേച്ചീനെ ഇസാന്ന് വിളിക്കുന്നേ?
ഇതിന് നീയും കൂടെ ചോദിക്കാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഇസ എന്നുള്ളത് അവളുടെ പള്ളിയിലെ പേരാ. അവളെ അങ്ങനെ ആരും വിളിക്കാറില്ല. പള്ളി പോക്ക് നിർത്തിയതോടുകൂടി പള്ളിയിലും വിളിക്കാറില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും അവളെ നോറ, വാവ, കുഞ്ഞി എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ എനിക്കായിട്ട് അവൾക്ക് എന്തെങ്കിലും ഒരു പേര് വിളിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ഇസ എന്ന് വിളിച്ചു തുടങ്ങിയത്. അപ്പോൾ അങ്ങനെയാണ് ഇസ എന്നുള്ള പേര് വന്നത്. ആ മതി മതി, ഇപ്പോൾ താഴേക്ക് പോവാം. ഇതെന്തത് ഗിഫ്റ്റ് ബോക്സോ? കൂടെ ഒരു ലെറ്ററും ഉണ്ടല്ലോ. ഇതെന്താ? വിയർ ദിസ്. അല്ല, ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. ഇച്ചു എന്തേ? ആ ചെറുക്കൻ്റെ കുറച്ച് നേരം മുമ്പ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയുള്ളൂ. അവനോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞാൽ നേരത്തെ റെഡി ആയിട്ടിരിക്കണമെന്ന്. എവിടെ നിന്ന് ഒരനുസരണയില്ല. തന്തയുടെ അതേ സ്വഭാവമല്ലേ. എൻ്റെ പൊന്നമ്മേ, ഇന്നും കിടന്ന് വഴക്കിടാതെ. ഗൈസ്, ഐ ആം റെഡി. നീയും ചാരയെത്തുമ്പോൾ തിങ്ങി വിങ്ങുമെന്നുള്ള പ്രണയമെന്റെ നെഞ്ചിൽ മിന്നുന്നേ. വീണ്ട വീണ്ട ഉരുകേണ്ട, ഉരുമി ഉരുമി വരവേണ്ട, ഈ വരനിലാവിൻ മാറിൽ മുങ്ങേണ്ട. വരമൈന പെണ്ണിനെ വലയ്ക്കാനും ഈ മറിമാൻ കണ്ണിയെ വെറുക്കാനും നിന്നെ പൊന്നേ എന്നു വിളിച്ചൊരു നൂറുമ്മ. നീ അകന്നു പോയാൽ വൃഥായി ജന്മം. മോനെ നോവേ, വാ അടച്ചു വെക്കടാ, അല്ലെങ്കിൽ ഈച്ച കയറിപ്പോവും. ആരാ പറഞ്ഞ് ഈ കാണ്ടാമൃഗത്തിന് വികാരം വിചാരമൊന്നുമില്ലാന്ന്? ഇങ്ങേർക്ക് അതേ ഉള്ളൂ. നിങ്ങൾ കാണുന്നില്ലേ ഇച്ചായൻ്റെ കണ്ണുകളിലെ ആ പ്രണയം? പിന്നെ പിന്നെ കാണുന്നുണ്ട്. ഷേ, ഇത് ഇത്ര റിവീലിംഗ് ആയിട്ടുള്ള ഡ്രസ്സായിരുന്നു. ഓ ഹബീബി, ലുക്സ് സോ ഹോട്ട് ഇൻ ദിസ് ഡ്രസ്. പോടാ. ഇവനെ ഞാൻ ഇന്നും അവൻ്റെ കൂടെ നിന്ന് തുള്ളാൻ ഇച്ചു. എൻ്റെ പൊന്നേട്ടാ, അവനെന്ന് പിടിച്ച് മാറ്റിക്കാൻ, അല്ലെങ്കിൽ മിക്കവാറും ഒന്ന് ഇച്ചായം പിടിച്ചടിക്കും. ഇത് കൊള്ളാം. ഞാനിപ്പോൾ എന്തെന്ന് പറഞ്ഞു മാറ്റാൻ? ആ ചെറുക്കൻ മാറണ്ടേ അവൻ്റെ അടുത്തുനിന്ന്? അയ്യോ എൻ്റെ പൊന്നു മനുഷ്യ, എന്തേലൊക്കെ ഒന്ന് പറഞ്ഞ് മാറ്റ അവിടെ നിന്ന്. പപ്പേ, ഗസ്റ്റുകളെല്ലാവരും എത്തി. നമുക്കിനി കേൾക്ക് കെട്ടിയാൽ പോയി അച്ഛനെ അമ്മേനെ വിളിച്ചിട്ട് വാ. മഹാദേവ, ഗസ്റ്റുകളൊക്കെ പോയെങ്കിൽ നമുക്കൊന്ന് സംസാരിക്കാവോ പേഴ്സണലായിട്ട്? ആ ഫിലിപ്പോ, നമുക്ക് സംസാരിക്കാമല്ലോ. അതിനെന്താ, എല്ലാവരും പോയി, ഫാമിലീസ് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ പേഴ്സണലായിട്ട് സംസാരിക്കണമെന്ന് ഉദ്ദേശിച്ചത് നമ്മൾ രണ്ടുപേരല്ല, ഞാൻ ഫാമിലീസിൻ്റെ കാര്യം ഉദ്ദേശിച്ചത്. ബാക്കി ഗസ്റ്റുകളെല്ലാവരും പോയിട്ട് എനിക്ക് നിങ്ങളുടെ ഫാമിലിയോട് കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. അതാ. അതിനെന്താ സംസാരിക്കാമല്ലോ. എല്ലാവരും ഹോളിൽ ഇരിപ്പുണ്ട്, അങ്ങോട്ട് വരൂ. ആ അച്ഛൻ എവിടെയായിരുന്നു? അച്ഛൻ എവിടെയൊക്കെ തപ്പി ഞങ്ങൾ. ഫിലിപ്പ്, ഇതെൻ്റെ മോനാ ബിഹാൻ. ഹായ് അങ്കിൾ, നൈസ് ടു മീറ്റ് യു. ഫിലിപ്പിന് എന്തോ ഇമ്പോർട്ടൻ്റ് കാര്യം നമ്മളോട് പറയാനുണ്ടെന്ന് പറഞ്ഞു. അതിനെന്താ പറഞ്ഞു? നമ്മളെല്ലാവരും ഉണ്ടല്ലോ ഇവിടെ. ആക്ച്വലി ഞാനൊരു മാരേജ് പ്രപ്പോസലിൻ്റെ കാര്യം പറയാനാണ് ഇന്ന് മെയിനായിട്ടും വന്നത്. മാരേജ് പ്രപ്പോസലോ? മനസ്സിലായില്ല, ഒന്ന് തെളിച്ച് പറഞ്ഞാൽ നന്നായിരുന്നു. അത് പിന്നെ എൻ്റെ മൂത്ത മോള് സനയ്ക്ക് വേണ്ടി നോവേനെ ഹസ്ബൻഡായിട്ട് തരുമെന്നറിയാൻ വേണ്ടിയാണ് ഞാനിന്ന് വന്നത് തന്നെ. ആഹാ, ഇതൊരു ഹാപ്പി ന്യൂസ് ആണല്ലോ. എനിക്ക് മാരേജിന് ഓക്കെയാണ്. പക്ഷെ നോവയ്ക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവൻ്റെ അഭിപ്രായം ചോദിച്ചിട്ട് ഞാനൊരു തീരുമാനം എടുക്കുകയുള്ളൂ. അവൻ ഓക്കെ ആണെങ്കിൽ ഞാനും ഓക്കെയാണ്. അവനിൻ്റെ താല്പര്യം ഇല്ല എന്നാണെങ്കിൽ ഞാൻ അവനെ നിർബന്ധിക്കില്ല. ഈ മാരേജ് നടക്കില്ല. ഈ മാരേജ് പ്രപ്പോസലിൻ്റെ കാര്യം മറന്നേരെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? തനിക്കിനി ആരെങ്കിലും ഇഷ്ടമാണോ? അതെ, എൻ്റെ കൂടെ ഒരു ജീവിത സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഒരാളുണ്ട്. എനിക്കും അതുപോലെ തന്നെ. ആള് കഴിഞ്ഞിട്ട് എനിക്ക് മറ്റാരുമല്ലോ ഈ ജീവിതത്തിൽ. അതാരാ? ഞാനറിയാത്ത ഒരാൾ. നീ ഇതുവരെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ ഒരാളെ കുറിച്ച്. അത് പിന്നെ പപ്പയെ ഞാൻ പറയാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. പിന്നെ ഇങ്ങനൊരു സിറ്റുവേഷനിൽ പറയണമെന്നും വിചാരിച്ചില്ല. പിന്നെ ഞാൻ പറഞ്ഞ ആൾ വേറെ ആരുമല്ല, ഇച്ചു തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നോവ ഗേ ആണോ? അതെ, ഞാൻ ഗേ തന്നെയാണ്. എനിക്കത് സമ്മതിക്കുന്നതിൽ ഒരു മടിയില്ല. എന്താ സെബാസ്റ്റ്യൻ ഇത്? ഇങ്ങനെയുള്ള നിങ്ങളെയൊക്കെയാണ് വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കണേ. എൻ്റെ മക്കൾ വല്ലായിരുന്നു ഞാൻ എപ്പോഴേ പടിയടച്ച് പിണ്ടം വെച്ചേനെ. ഇങ്ങനെയുള്ള വൃത്തികെട്ടത് നിങ്ങളെയൊന്നും വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാൻ പോലും കൊള്ളത്തില്ല. നാണം കെടുത്താനായിട്ട്, കുടുംബത്തിന് പേരദോഷം കേൾപ്പിക്കാനായിട്ട് കുറേ ജന്മങ്ങൾ ഇങ്ങനെ ജനിച്ചോളും. അല്ലെങ്കിൽ തന്നെ ഒരു ബോയ് മറ്റൊരു ബോയോട് ഡിസ്കസ്റ്റിങ് അല്ലേ?
താൻ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഇതിനെന്തെങ്കിലും തീരുമാനം എടുക്കുക. വേഗം തന്നെ അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ നോക്ക്. ഇത്രയും വൃത്തികെട്ട ചിന്താഗതിയോടുകൂടി ജീവിക്കുന്നവരെയൊക്കെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കണേ എങ്ങനെയാണ്? അല്ലെങ്കിൽ തന്നെ ഇവന്മാരെ പോലെയുള്ളവരൊക്കെ നമ്മുടെ മക്കളാന്ന് പറയാനുള്ള നാണക്കേട് നമുക്ക് അറിയുള്ളൂ. ഇവർക്കിതൊന്നും അറിയണ്ടല്ലോ. ഓരോന്നങ്ങ് കാണിച്ചു കൂട്ടിയാൽ മതിയല്ലോ. താൻ ഇപ്പം ഈ പറഞ്ഞതിനൊക്കെയുള്ള മറുപടിയായിട്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ അറിയാൻ മേലാത്തോണ്ടല്ല, പക്ഷെ ഞങ്ങളുടെ മര്യാദയ്ക്ക് ഞങ്ങളത് ചെയ്യാതിരിക്കുന്നതാ. ഞങ്ങളുടെ പിള്ളേർ എങ്ങനെയുള്ളവരാ, ഇങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. അതിൽ താൻ കിടന്ന് ഒത്തിരി ഇടപെടാൻ വരണ്ട. പിന്നെ ഞങ്ങളെ പിള്ളേരെ ഞങ്ങൾ വീട്ടിൽ നിന്ന് വെടിയടച്ച് പിണ്ടം വെക്കണമെന്നോ ഇറക്കി വിടണമെന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. കേട്ടോ? നിങ്ങളുടെ സജഷൻ ഇവിടെ ചോദിച്ചില്ല ആരും. ഞങ്ങളുടെ മക്കൾ ഗേയാന്ന് പറയാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു മടിയോ നാണക്കേടോ ഇല്ല. ഞങ്ങൾക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. ഈ സൊസൈറ്റിയുടെ, ഈ പബ്ലിക്കിൻ്റെ മുമ്പിൽ ഉറക്കെ വിളിച്ച് പറയാം ഞങ്ങളുടെ മക്കൾ ഗേയാന്നുള്ളത്. ഇതിൽ ഒരു നാണക്കേടിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഫിലിപ്പിൻ്റെ ഈ ചിന്താഗതിയാണ് ആദ്യം മാറ്റേണ്ടത്. നമ്മളല്ല അവരുടെ ജീവിതം തീരുമാനിക്കേണ്ടത്. അവരാരുടെ കൂടെ ജീവിക്കണം, എങ്ങനെ ജീവിക്കണം, എപ്പോൾ കല്യാണം കഴിക്കണം എന്നൊക്കെ അവർ വേണം തീരുമാനിക്കാൻ. അല്ലാതെ നമ്മളല്ല അവരുടെ ജീവിതത്തിലേക്ക് തീരുമാനം എടുക്കേണ്ടത്. പിന്നെ എൻ്റെ മോന് നോവേനെ ഇഷ്ടമാണെങ്കിൽ ഈ കല്യാണം എന്താണല്ലോ ഞങ്ങൾ നടത്തിയിരിക്കും. അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഞങ്ങളുടെ മക്കൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങളത് നടത്തും. അതിനാരും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട, ഇറക്കി വിടേണ്ട ആവശ്യമൊന്നുമില്ല. അവരുടെ വീടേത്, അവർക്ക് എന്തും ചെയ്യാം ഇവിടെ. പിന്നെ ഫിലിപ്പിന് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഇവിടുന്ന് പോവാം. ഞങ്ങൾക്ക് ഫാമിലി കുറച്ച് സംസാരിക്കാനുണ്ട്. അല്ല, മമ്മി അയാളോട് ഇറങ്ങിപ്പോകാനല്ലേ പറഞ്ഞേ? മമ്മി പറഞ്ഞതും മമ്മി ഉദ്ദേശിച്ചതും അത് തന്നെയാണ്. പക്ഷേ സൗണ്ടും ടൂണൊക്കെ വേറെയാണ്. നോവ, എനിക്കാകെ ഒരു കാര്യം പറയാനുള്ളൂ. ഇച്ചുവിന് താല്പര്യമില്ലെങ്കിൽ ഞാൻ ഒരിക്കലും അവനെ നിർബന്ധിക്കില്ല. നിനക്ക് ഇച്ചുവിന് ഇഷ്ടമാണെന്ന് പറഞ്ഞു, ഓക്കെ. പക്ഷെ ഇച്ചുവിന് നിന്നെ ഇഷ്ടമാണോ നീ ചോദിച്ചിട്ടുണ്ടോ? അവന് നീ ഇഷ്ടമല്ല, ഈ കല്യാണത്തിന് താല്പര്യമില്ല എന്നുള്ളൊരു ആൻസറാണ് തരുന്നതെങ്കിൽ ഞാൻ ഒരിക്കലും അവനെ നിർബന്ധിക്കില്ല. ഞാനെന്നല്ല, ഇവിടെ നിന്ന് ആരും അവനെ നിർബന്ധിക്കില്ല. എല്ലാം അവൻ്റെ ഇഷ്ടത്തിന് ചെയ്യാൻ വിട്ടിരിക്കുന്നത്. ആഹാ, അതിപ്പോൾ ഇങ്ങനെയായോ? അതിന് മയ്യേച്ചിയുടെ പുഞ്ഞാര മോൻ അവന് 12 വയസ്സുള്ള പെണ്ണ് ഇഷ്ടമാണെന്ന് പറഞ്ഞ് എന്നെ വന്ന് പ്രപ്പോസ് ചെയ്തത് അതറിയൂ? നീ എന്നോട് പറഞ്ഞ 2 വർഷം മുമ്പെന്നല്ലേടാ? അത് പിന്നെ ആ ഒരു സാഹചര്യത്തിൽ. ഇതാരിത്? ഇച്ചൂട്ടനോ? ഇതെന്നെ ഇപ്പം ഇങ്ങോട്ട്? ഇച്ചായ, ഞാനൊരു കാര്യം ചോദിച്ചാൽ ഇച്ചായ സത്യം പറയോ? എൻ്റെ ഇച്ചൂടിനോട് ഇച്ചായൻ എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ? ഇനി ചോദിക്ക്. ഇച്ചായൻ എന്നെ ഇഷ്ടമാണോ? ഇച്ചായൻ ഇച്ചു എന്ന് പറഞ്ഞ ജീവനല്ലേ എന്നെ? അങ്ങനെയാണെങ്കിൽ ഇച്ചു വലുതാവുമ്പോൾ ഇച്ചായൻ ഇച്ചുവിൻ്റെ കഴുത്തിൽ മിന്നെ കെട്ടുവോ? ഇച്ചുവിനോട് ഇപ്പം ഇതാരാ ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നേ? പറ, മിന്നെ കെട്ടുവോന്ന് പറ. ഇച്ചായനപ്പം എന്നെ ഇഷ്ടമല്ല, അതല്ല ഇച്ചായനെ മിന്നെ കെട്ടില്ല എന്ന് പറയുന്നത്. അയ്യേ, ഇച്ചായൻ്റെ ഇച്ചൂട്ടൻ കരയുവാണോ? ദേ ഇങ്ങോട്ട് നോക്കി. ഈ കഴുത്തിൽ ഇച്ചായൻ മാത്രമേ മിന്നു കിട്ടുള്ളൂ. പോരെ, എത്ര നാൾ കഴിഞ്ഞിട്ടാണേലും ഇച്ചായൻ മാത്രമേ മിന്നു കിട്ടുള്ളൂ. അവനത് കഴിഞ്ഞ് സ്ഥിരം എൻ്റെ അടുത്ത് ഫ്ലേർട്ട് ചെയ്യാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് വഷളത്തരം പറയാൻ തുടങ്ങി. അപ്പോഴും ഞാനത് ചുമ്മാ കുട്ടിക്കളിയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അവൻ്റെ പ്രായം വെച്ച് നോക്കിയാൽ അവനൊരു കുട്ടിക്കളിയാക്കി മാത്രമേ ഞാനിതെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുക അവനൊരു 16 വയസ്സുള്ളപ്പോൾ. ഇച്ചായ, അവളേതായിരുന്നു? എവള്? നീ ഇതാരുടെ കാര്യമായി പറയുന്നത്? ഇന്ന് എന്നെ സ്കൂളിൽ പിക്ക് ചെയ്യാൻ വന്നപ്പോൾ ഇച്ചായൻ്റെ കൂടെ കാറിലുണ്ടായിരുന്ന അവൾ ആരായിരുന്നു? അവളെ എന്തിനാ ഇച്ചായ ഹഗ് ചെയ്തേ? ഓ, അന്ന. ഷീസ് മൈ കൊളീഗ്. ജസ്റ്റ് കോവർക്കർ അല്ലേ, അല്ലാതെ കാര്യമല്ലല്ലോ. പിന്നെ എന്തിനാ ഇത്ര ഹഗ്ഗിങ്ങും പരിപാടിയൊക്കെ? എനിക്കത് ഇഷ്ടമില്ല എന്നുള്ള കാര്യം ഇച്ചാൻ അറിയാവുന്നതല്ലേ. ഇച്ചാൻ എൻ്റെ മാത്രം. ഇച്ചു, നീ ഇത്ര പോസിറ്റീവ് ആവുമ്പോൾ അതിനൊന്നുമില്ല. ഷീസ് ജസ്റ്റ് മൈ കോവർക്കർ. പിന്നെ ഞാനവളെ ഡ്രോപ്പ് ചെയ്യാൻ നേരത്തൊന്ന് ഹഗ് ചെയ്തു. അതിനാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ നിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാന്ന് ഞാൻ നിൻ്റെ ഭാര്യയൊന്നുമല്ല. യെസ്, യു ആർ റൈറ്റ്. യു ആർ നോട്ട് മൈ വൈഫ്, ബട്ട് ഐ ആം യുവർ വൈഫ്.
അത് പിന്നെ ആ ഒരു സാഹചര്യത്തിൽ പറയാൻ പറ്റിയില്ല. അല്ല, അപ്പൊ നിനക്ക് അവന് ഇഷ്ടം തോന്നിയപ്പോഴാ? അത് പിന്നെ ആ ഒരു സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം. ആ കിസിന്റെ സൈഡ് എഫക്റ്റ് ആയിരിക്കൂലേ? യാ. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവരുടെ മാരേജ് ഇച്ചുവിൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ അങ്ങ് നടത്തിയേക്കാം. ഇനി എന്തായാലും 1 ഇയർ കൂടിയല്ലേ ഉള്ളൂ. എൻ്റെ തീരുമാനം അത് തന്നെയാണ്. വിച്ചു, എത്രയും വേഗം ഞങ്ങൾക്കൊരു കുഞ്ഞിക്കാല് തരാൻ നോക്ക്. ഈ അച്ഛൻ അതിന് ഞങ്ങളുടെ മാരേജ് പോലും കഴിഞ്ഞിട്ടില്ല അച്ഛാ. അതിന് കൊച്ചുണ്ടാവണേ മാരേജ് ചെയ്യണമെന്നൊരു നിർബന്ധവും ഇല്ല, അതിന് മുമ്പും ആകാം. അമ്മേ, നോ, വേഗം ഫാമിലി ഡോക്ടറിനെ വിളിക്കേ. ഈ ഡോക്ടർ എന്നെ ഇറങ്ങി വരാത്തേ? എടാ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാത്തൊന്നും സമാധാനപ്പെട്ട് അവക്കൊന്നുമില്ല. അവളുള്ളിൽ അങ്ങനെ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇവിടെ സമാധാനത്തോടെ ഇരിക്കുന്നേ? ഡോക്ടർ വരുന്നു. മഹി, കൺഗ്രാറ്റ്സ് ഡോ. തൻ്റെ വൈഫ് ക്യാരിയിങ് ആണ്. 3 വീക്സ്. എന്നാൽ ശരി, ഞാൻ ഇറങ്ങുമോ? ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാണ് വന്നത്. പേഷ്യൻസ് ഉണ്ട് അവിടെ. എൻ്റെ ആഗ്രഹം ദൈവം ഇത്ര പെട്ടെന്ന് സാധിച്ചു തരുമെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നാലും എൻ്റെ അച്ഛ, ഒരു കുഞ്ഞിക്കാല് കാണണമെന്ന് പറഞ്ഞപ്പോൾ സ്വന്തം കുഞ്ഞിൻ്റെ കാലാന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്നാലും എൻ്റെ മഹിയാട്ടാ, ഇതൊക്കെ എപ്പോ? അങ്ങനെയൊന്നുമില്ലാന്ന്. എങ്ങനെയൊന്നുമില്ലാന്ന്? അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞില്ലേ? അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ വേണ്ട. നീ ഒന്നും വിശ്വസിക്കടി, അങ്ങനെയൊന്നും ഇല്ലാന്ന്. ചേട്ടാ, അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ വേണ്ടാന്ന്. മഹി, ഒരു വാക്ക് നിനക്ക് എന്നോട് പറയായിരുന്നു. ഓ പിന്നെ, ഞാനീന് മുമ്പ് നിനക്ക് നോട്ടീസ് അച്ചടിച്ച് തന്നിട്ട് പോടാ. ഈ ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ നടന്നു. എനിക്കൊരു അനിയത്തി ഉണ്ടായി. അതുപോലെ തന്നെ ഏട്ടൻ്റെയും ഇച്ചിച്ചിയുടെയും കല്യാണം കഴിഞ്ഞു. പിന്നെ അതെ, ഇപ്പം എൻ്റെ കല്യാണം. വർത്തമാനം പറഞ്ഞു ലിപ്സ്റ്റിക്ക് കൂടി പോയത് അറിഞ്ഞില്ല. കാണാൻ കുഴപ്പമില്ല, ഒരു ഏഞ്ചലിനെ പോലെയൊക്കെ ഉണ്ട് ഈ വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട്. വാ, നമുക്കിനി കല്യാണം കാണാം. നീ എൻ വെണ്ണില, കാതിൻ തേൻമഴ, എന്നിൽ പെയ്യും മഞ്ഞല, നിലാപ്പൂക്കൾ ചോരുമാരാതിൻ മേടയിൽ താനെ പാടും വീണ നീ, അനുരാഗം മൂളും ബാസുരി, എന്നും നീ എൻ വെണ്ണില, കാതിൻ തേൻമഴ, എന്നിൽ പെയ്യും. என்றே செவ்வாழை இணைகளை நீ சொன்னால் நான் நம்பிவிடவோ? மை கொஞ்சம் பொய் கொஞ்சம் கண்ணுக்குள் நீ கொண்டு வருவாய் காலத்தால் மூவாத. അങ്ങനെ വീട്ടിലെത്തി. ഇച്ചു, റൂമിൽ ചെന്ന് ഫ്രഷ് ആയി റെസ്റ്റ് എടുക്കാൻ നോക്ക്. ഇന്ന് രാവിലെ തൊട്ട് റെഡിയായി നടക്കണേ അല്ലേ, നല്ല ടയേർഡായിട്ടുണ്ടാവും. വേഗം ചെല്ലാൻ നോക്ക്. നിനക്ക് തോന്നുന്നുണ്ട് ഇച്ചുവിന് ഇന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റൂന്ന്? ഇച്ചായ, no. Touch yourself. ഇച്ചായ, ഇപ്പോഴേക്കും അടുത്തോ? നമ്മൾ തുടങ്ങിയല്ലേ ഉള്ളു ഇച്ചു. ഇച്ചായ,
ഇച്ചു, ഐ എം ഓൺലി യുവേഴ്സ്. ഇച്ചായ